വാക്യങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നുവല്ലോ. സ്തോത്രം. പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. സ്തോത്രം. കൊലോസി ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം, അതിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചു നിർത്തിയ ആ വേദഭാഗം മുതൽ നമുക്കൊന്നുകൂടെ വായിക്കാം. 12-ാം വാക്യം മുതൽ 12-ാം വാക്യം മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങൾ, 18 വരെയുള്ള വാക്യങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് വായിക്കാം. 12-ാം വാക്യം മുതൽ 18 വരെ. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. നിങ്ങൾക്കും യഹൂദ്യക്കാർക്കും ഹിയരപ്പൊരിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിൽ ഞാൻ സാക്ഷി. വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. യഹൂദിക്കയിലെ സഹോദരന്മാർക്കും നുംഫയ്ക്കും അവളുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചൊല്ലുവീൻ. നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം യഹൂദിക്ക സഭയിൽ കൂടി വായിപ്പിക്കുകയും യഹൂദിക്കയിൽ നിന്നുള്ളത് നിങ്ങളും വായിക്കുകയും ചെയ്യുവീൻ. അർക്കിപ്പൊലോസിനോടും കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണം എന്ന് പറവീൻ. പൗലോസായ എന്റെ സ്വന്തം കൈയാലെ വന്ദനം. എന്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളുവീൻ. കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു ആന്റി. സ്തോത്രം. ദൈവസന്നിധിയിൽ നമ്മൾ എപ്പഫ്രാസിനെ പറ്റി നന്നായി ചിന്തിക്കുവാനായി ദൈവം നമ്മളെ സഹായിച്ചു. ഞാൻ വിശ്വസിക്കുന്നു എപ്പഫ്രാസിനെ പറ്റി, ആ സഭയുമായിട്ടുള്ള ബന്ധം, ആ കർത്താവിൻ്റെ ദാസന്റെ ആത്മാർത്ഥമായ പ്രവർത്തനം, പ്രാർത്ഥനാ ജീവിതം, അത് സഭയുടെ കുഴപ്പങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ആ ദൈവദാസൻ ആ സഭയെ വിട്ടിട്ട് പോയെങ്കിലും അതെന്തിനു വേണ്ടി പോയെന്നും കർത്താവിൻ്റെ ദാസന്റെ അകത്ത ഭാരം എന്തായിരുന്നെന്നും ഒക്കെ നമുക്ക് മനസ്സിലായി. സ്തോത്രം. ഒരു സ്ഥലത്ത് നിന്ന് പോയതിനു ശേഷം കേവലം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയായിരുന്നില്ല കർത്താവ് എൻ്റെ ദാസനായ എപ്പഫ്രാസ് ചെയ്യുന്നത്. എന്നാൽ ആ പോക്ക് ആ സഭയെക്കുറിച്ചുള്ള ഭാരം കൊണ്ടാണ്. എങ്ങനെ ഈ സഭയെ രക്ഷിക്കാൻ കഴിയും എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു കർത്താവിൻ്റെ ദാസൻ റോമിലേക്ക്, പൗലോസിന്റെ അടുത്തേക്ക് കടന്നുപോയത്. സ്തോത്രം. ആമേൻ. നമ്മളൊരു പക്ഷേ പലരും പിന്മാറ്റത്തിലേക്കാണ്, അല്ലെങ്കിൽ അവർ ആ സാഹചര്യത്തിൽ നിന്ന് ഓടി ഒളിച്ചു എന്ന് ചോദിക്കുന്ന പല സാഹചര്യങ്ങളും നമുക്ക് വ്യാഖ്യാനം കഴിയുന്ന സകല സാഹചര്യങ്ങളിലും ചിലപ്പോഴൊക്കെ അവരുടെ ഭാരം, അതിനകത്ത് അവർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ പിന്നീടായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത്. സ്തോത്രം. അതേ എപ്പഫ്രാസിന്റെ ആ പ്രാർത്ഥനയാണ് ഞാൻ എപ്പോഴും പറയുന്നത് കൊലോസ്യ ലേഖനത്തിന്റെ ഒരു ഉത്ഭവം ഉണ്ടാകാൻ കാരണമായി തീർന്നത്. സ്തോത്രം. ആമേൻ. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ സൈലന്റായി ചെയ്യുന്ന, ഒരുപക്ഷെ നമ്മൾ ശക്തമായിട്ട് ഇതൊക്കെ പ്രവർത്തനമാണോ എന്ന് ചോദിക്കത്തക്ക രീതിയിലുള്ള ചില കാര്യങ്ങൾ ഒരുപക്ഷെ ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ, ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ നോക്കുമ്പോൾ അതൊന്നും വലിയ കാര്യമായിരിക്കത്തില്ല. പക്ഷേ അത് നമ്മുടെ അകത്ത ഭാരം മനസ്സിലാക്കുന്ന കർത്താവിനും നമ്മളെ തെളിയിക്കുവാനിടയായിത്തീരും. അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശമായിരുന്നു. അതെ, എപ്പഫ്രാസ് ഇത്രയും ദൂരെ പോയിട്ട് ഒരു കംഫർട്ട് സോണിൽ ഒരു സന്തോഷത്തോടെ ആയിരിക്കാം ഇവരിൽ നിന്നെല്ലാം വിട്ട്, ഞാൻ പറയുന്നൊന്നും ഇവർക്ക് മനസ്സിലാകുന്നില്ല, എന്നാൽ പിന്നെ ഇവരെല്ലാം അങ്ങ് വിട്ടിട്ട് പോയേക്കാം എന്നുള്ള രീതിയിലല്ല. വിട്ടിട്ട് പോയെന്നുള്ളത്, അവിടുന്ന് കുറച്ച് മാറി നിന്നു എന്നുള്ളത് ശരിയാണെങ്കിലും അദ്ദേഹത്തിന്റെ ഭാരം കൊലോസ്യ സഭയെക്കുറിച്ചായിരുന്നു. അദ്ദേഹം വിശ്വാസത്താൽ ജനിപ്പിച്ച, അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന, സത്യസുവിശേഷം അറിയിച്ച മനുഷ്യർ ദൈവത്തിൽ നിന്നും തത്വജ്ഞാനത്തിലേക്കും വഞ്ചനയിലേക്കും ഒക്കെ സഭ പോയപ്പോൾ ആ ഭക്തൻ മാറിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ സഭ നഷ്ടപ്പെട്ടു പോകല്ലേ, സഭ നഷ്ടപ്പെട്ടു പോകല്ലേ, യേശുവിൽ നിന്ന് അവർ അന്യപ്പെട്ടു പോകല്ലേ, അവർ കേട്ട സുവിശേഷത്തിൽ അവർ നിലനിൽക്കാനിടയാകണമേ, അവർ മെച്യൂരിറ്റി, അവർ പ്രാർത്ഥിക്കുന്ന രണ്ട് വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു. മെച്യൂരിറ്റിയിലേക്ക് വരുവാനും ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് അവർ ജീവിക്കുവാനും ഇടയായിത്തീരുന്ന ഒരു നിലയിലേക്ക് സഭ വളരണമേ എന്ന് ആ എപ്പഫ്രാസ് പ്രാർത്ഥിക്കാനിടയായി തീർന്നു. സ്തോത്രം. ആ പ്രാർത്ഥന സ്തോത്രം എത്രയോ ആഴത്തിലുള്ളതായിരുന്നു, ഹൃദയത്തിൽ നിന്നുള്ളതായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. സ്തോത്രം. അതിൽ നിന്നും എന്തുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നത് ചോദിച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾക്ക് കുഞ്ഞുങ്ങളുണ്ടായതിനു ശേഷം കുഞ്ഞുങ്ങൾ എപ്പോഴും നമ്മൾ പറയുന്നതൊക്കെ കേട്ട് ഇങ്ങനെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഇനി വാ, അങ്ങോട്ട് പോ, അത് ചെയ്യരുത് എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാലമുണ്ട്. എന്നാൽ കുഞ്ഞുങ്ങൾ വളർന്നു കഴിഞ്ഞതിന് ശേഷം അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, തീർച്ചയായിട്ടും നമുക്ക് ദുഃഖം തോന്നും. ചില കുഞ്ഞുങ്ങൾ അങ്ങനെ ഉണ്ട്. അത് ദൈവം നമ്മളെ ദൈവത്തിന്റെ രാജ്യത്തോട് അടുപ്പിക്കാനും അത് ദൈവം നമ്മളെ പ്രത്യേകമായി സ്നേഹിക്കുന്നുകൊണ്ട് തരുന്ന കുഞ്ഞുങ്ങളാണ്. സ്തോത്രം. അങ്ങനെ മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം ദാനമായി കൊടുക്കാറുണ്ട്. അതും ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയാണ്, അതും ദൈവത്തിന്റെ ഒരു നന്മയാണെന്നാണ് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുക. കാരണം ഏത് സാഹചര്യത്തിൽ കൂടി ജനിപ്പിച്ച കുഞ്ഞുങ്ങളെയും അപ്രകാരം തന്നത് ദൈവമാണെന്നാണ്
ബൈബിളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കണം. ഇത് മോശയോട് ദൈവം ചോദിക്കുന്നത് ഞാനല്ലയോ ആമേൻ അവരെയൊക്കെ സൃഷ്ടിച്ചത് എന്നാണ്. സ്തോത്രം. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോകുന്ന സാഹചര്യങ്ങളിൽ പോലും ആമേൻ അതും ദൈവത്തിന്റെ പദ്ധതിയാണ്, അത് ദൈവത്തിന്റെ മനോഹര പദ്ധതിയാണ്, അത് ദൈവത്തിന്റെ ഒരു ഭയങ്കര വിശുദ്ധീകരണത്തിന്റെയും ഒപ്പം ആമേൻ ദൈവത്തിന് എന്തൊക്കെയാണോ ദൈവം ഉദ്ദേശിക്കുന്നത് അതിൽ കൂടി ആമേൻ നമുക്കറിയത്തില്ല. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയുള്ള കുടുംബങ്ങളെ കാണുമ്പോൾ അവർ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. എന്നാൽ അവരുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് അനേകർ കർത്താവിനെ വാഴ്ത്താനിടയെ തരും. അയ്യോ, അവർ അത്രയും സാഹചര്യത്തിന് കർത്താവിനെ സ്തുതിക്കുന്നത് കണ്ടോ, അവർ ആ സാഹചര്യത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കണ്ടോ, അവർ ആ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നത് കണ്ടോ, അവരുടെ കുഞ്ഞിന് അങ്ങനെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ വിഷയമുണ്ട്, ഒരു വേദനയുണ്ട്. പിന്നെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ന്യൂനതകൾ ഉള്ളവരാണ്. അത് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ അല്ലെങ്കിൽ സംസാര ശൈലിയിലോ നമ്മുടെ നോട്ടത്തിലോ നമ്മുടെ വാക്കുകളിലോ ഒക്കെ നമുക്ക് ഇൻബോണായി ചില ന്യൂനതകൾ ഉണ്ട് എന്നത് വാസ്തവമാണ്. പിന്നെ ചിലത് പ്രകടമാകുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് കുറവുണ്ട് എന്ന് നമ്മൾ പറയുന്നു. എന്നാൽ നമ്മുടെ ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അംഗീകരിക്കത്തക്ക രീതിയിലുള്ള കുഴപ്പങ്ങളായതുകൊണ്ട് അതങ്ങ് അംഗീകരിച്ച് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. സ്തോത്രം. എന്നാൽ സാധാരണ നിലയിൽ നോർമലായ നിലയിലുള്ള ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് നമ്മൾ പറഞ്ഞ് ഇത് തെറ്റാണ്, അത് ശരിയാണ്, അവിടെ തുപ്പരുത്, അല്ലെങ്കിൽ ഇവിടെ അത് ഒഴിക്കരുത് എന്നൊക്കെ കുഞ്ഞുങ്ങളോട് പറയുന്ന ഒരു സമയമുണ്ട്. എന്നാൽ അവർ മെച്യൂരിറ്റിയിലേക്ക് വരണമെന്ന അപ്പൻ്റെ അമ്മയുടെ ആഗ്രഹം. എന്താണ് മെച്യൂരിറ്റി? അവരോടത് പറയാതെ തന്നെ അവരത് മനസ്സിലാക്കുന്ന ഒരു നിലവാരത്തിലേക്ക്, അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നും എന്താണ് ചെയ്യരുതാത്തതെന്നും അവർക്ക് തന്നെ അകത്ത് ഇത് ആരെങ്കിലും പറഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചാൽ അത് അവരുടെ ജീവിതത്തിൽ സാധനം കൊണ്ട് പഠിച്ചതാണ്. പക്ഷേ അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് മക്കൾ വരണമെന്നാണ് അപ്പൻ്റെയും അമ്മയുടെയും ഒരു നല്ല ശതമാനം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ചിന്തിക്കുന്ന മാതാപിതാക്കളുടെ ആഗ്രഹം അതാണ്. അവർ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കണം, അവർ സ്വന്തമായി നല്ല കാര്യങ്ങൾ ചെയ്യണം, അത് മനോഹരമായിരിക്കണമെന്ന് മാതാപിതാക്കൾ ചിന്തിക്കുന്നത് പോലെ അപ്പോസ്തലനായ പൗലോസ്, ഞാൻ എപ്പോഴും പറയാറുള്ളത്, 1-ാം അധ്യായത്തിൽ പ്രാർത്ഥിച്ചതുപോലെ ഈ 4-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ എപ്പഫ്രാസിന്റെ പ്രാർത്ഥന പറയുകയാണ്, ഈ സഭ അങ്ങനെ ഒന്ന് മെച്യൂർ ആയിരുന്നെങ്കിൽ. കുറച്ച് കൽപ്പന കൊടുക്കുന്നത് കൊണ്ട്, കുറച്ച് കാര്യങ്ങൾ ഇത് ചെയ്യരുത് അത് ചെയ്യരുതെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു സഭയാണെങ്കിൽ എത്ര ശൈശവാവസ്ഥയാണത്. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഇവരൊന്ന് മെച്യൂർ ആയിരുന്നെങ്കിൽ ഇനി ഇതിനു വേണ്ടി വെറുതെ കട്ടിയുള്ള ആഹാരം കൊടുക്കാമായിരുന്നു. എബ്രായ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഇവർ ഉപദേഷ്ടാക്കൻ, കാലം കൊണ്ട് നോക്കിയാൽ ഇവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടവരാ. എന്നാൽ ഇപ്പോഴും പാൽ കുടിക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ കട്ടിയാഹാരം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് സഭ മാറ്റപ്പെടുന്നു. സ്തോത്രം. എന്നാൽ അങ്ങനെ ആകരുത്. മെച്യൂരിറ്റിയിലേക്ക്, കർത്താവിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് സഭ വളരണമേ എന്നാണ് അതിൽ, അല്ലെങ്കിൽ യേശു എന്ന ആ ലക്ഷ്യത്തിലേക്ക് നോക്കി അവർ യേശുവിനാ ജീവിക്കണമേ എന്നതാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലായി. പ്രിയ ആൻറ്റി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ കർത്താവിനെ പോലെ ആയിത്തീരുന്ന, അത് മാത്രമേ ഉള്ളൂ ലക്ഷ്യം. ഇതിനകത്ത് ചിലപ്പോൾ നമ്മൾ വീണു പോകുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ നമ്മൾ തെറ്റിപ്പോറ്റിപ്പോകുന്നത്, പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് യേശുവായി മാറുന്നതാണ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പം അതാണ് ഇതിനൊക്കെ വീണുപോയ സഭകളാണ് പല സഭകളും. നമുക്കറിയാലോ, ഈ കൊരിന്ത്യ സഭയൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും കുഞ്ഞുങ്ങളായിരുന്നു. അടിയിടുക, നിങ്ങളിങ്ങനെ വശം പിടിക്കരുത്, നിന്റെ കാര്യം നീ നോക്കണം എന്ന് പറഞ്ഞ് നോക്കിയേ പൗലോസ് സ്ഥാപിച്ച ആ സഭ വളരെ, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് നീ എപ്പോഴും കുഞ്ഞുങ്ങളായിരിക്കുന്നവർ ജഡീകരാണെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ നമ്മളതിനെ ചിന്തിക്കും, നമ്മളിപ്പം പുതിയതായി സുവിശേഷ വേലയ്ക്കൊക്കെ പോകുന്ന, അല്ലെങ്കിൽ ഇവിടെ പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും ചില ഉപദേശങ്ങൾ പറയും, ശക്തമായിട്ട് പറയും. കള്ളം പറയരുതെന്ന് പറയും. ഞാൻ എല്ലാ ഞായറാഴ്ച പറയുന്ന കാര്യമാണ്, എന്താണ് കക്കരുത്, എന്താണ് മോഷ്ടിക്കരുത് എന്നത്. സ്തോത്രം. കാരണം ഒരു ചെറിയ അവസരം കിട്ടിയാൽ അവർ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഇരുന്നിട്ട് അവിടെ ഇരുന്ന് മോഷ്ടിച്ചാളെ. സ്തോത്രം. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിൽ കൂടെ, ഇവിടെ എല്ലാവരും അങ്ങനെയാണെന്നല്ല, ചിലർക്ക് അങ്ങനെ ഉണ്ട്. അവരുടെ ഒരു രക്തത്തിൽ, അവരുടെ ഒരു ശൈലിയിൽ അതുണ്ട്. നമ്മുടെ നാട്ടുകാരെ പറ്റി പറയുന്നില്ല, ഭയങ്കര അഹങ്കാരം ഉണ്ടെന്ന് പറയുന്നത് പോലെ, ചില ആളുകൾക്ക് അഹങ്കാരം ഉണ്ടെന്ന് പറയുന്ന പോലെ, ചില ആൾക്ക് അസൂയ ഉണ്ടെന്ന് പറയുന്നത് പോലെ, ചില ആളുകൾക്ക് അങ്ങനെ ഒരു അപ്പം നമ്മളത് എല്ലാ ദിവസവും പറയണം. എന്നാൽ അവരെക്കുറിച്ച് നമ്മുടെ പ്രാർത്ഥനയാണ്, കർത്താവേ, ഞാനീ മോഷ്ടിക്കരുതേ എന്ന് പറഞ്ഞു നിർത്തി എന്നാണ് ഇവർ ഈ യേശുവിന്റെ പുറകെ പോകുന്നത് എന്നത് ആണ് ഇവർ മറ്റുള്ളവരെ സത്യസുവിശേഷത്തിലേക്ക് നയിക്കുന്നത് എന്നാണെന്നാണ് നമ്മുടെ ഭാരം. ഇതായിരുന്നു എപ്പഫ്രാസിന്റെ ഭാരം. അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് സഭ വന്നാൽ പിന്നെ ഒരാൾ ഉപദേശിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരാൾ പുറകെ നടന്ന് പറയേണ്ട, അവർക്ക് തന്നെ തെറ്ററിയാം. അവർ തെറ്റുപറ്റത്തില്ലെന്നല്ല, തെറ്റുപറ്റുമായിരിക്കാം, പക്ഷെ അവർക്ക് തന്നെ ബോധ്യമാവും, ഇപ്പം ഞാൻ ചെയ്തത് കുഴപ്പമാണ്, ഞാൻ ഇങ്ങനെ പോകുന്നത് തെറ്റാണ്, ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ്, ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് തെറ്റാണ്. ആ ലക്ഷ്യം തന്നെ മെച്യൂരിറ്റിയാണ്. സ്തോത്രം. നമ്മളെല്ലാം പെർഫെക്റ്റ് ആയി തീർന്നു എന്നല്ല, അവിടെ ആ പോയിന്റിൽ എത്തിയാൽ തന്നെ നമ്മൾ നിത്യതയ്ക്ക് അവകാശികളായി തീർന്നു എന്നതാണ് വാസ്തവമായ സത്യം. സ്തോത്രം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ആ മെച്യൂരിറ്റിയിലേക്ക് സഭ വരണമേ
അല്ലെങ്കിൽ ആ ഒരു നിലവാരത്തിലേക്ക്, ക്രിസ്തു എന്ന ലക്ഷ്യത്തിലേക്ക് സഭ വരണമേ എന്നത് അപ്പോസ്തലനായ പൗലോസിന്റെ ആഗ്രഹമായിരുന്നു. അതായിരുന്നു ഈ ലേഖനം മുഴുവൻ. അതുകൊണ്ടല്ലേ ഞാനത് പലവട്ടം പറഞ്ഞതാണ്. ഈ 3-ാം അധ്യായം മുതൽ ഭയങ്കരമായ കാര്യങ്ങൾ, കൽപ്പനകളൊക്കെ പറയുമ്പോൾ ഇതിന്റെ ഇടയ്ക്കിടയ്ക്കെല്ലാം യേശുവിനെ വെക്കുന്നത് കണ്ടോ? ആമേൻ. നമുക്ക് ഞാൻ പിന്നെ ഒന്നുകൂടെ പറയുന്നത്, ഈ ലേഖനം അവസാനിക്കുമ്പോൾ ഞാൻ എന്താണ് ഈ പറഞ്ഞതെന്ന് ചില ആളുകൾക്കെങ്കിലും മനസ്സിലായാതെ പോയെങ്കിൽ ഞാൻ എന്തായിരുന്നു ഈ പറയുന്നതെന്ന് കുറച്ചുകൂടി ഞാൻ ആഴത്തിൽ മനസ്സിലാക്കാനാണ് ഈ വചനവുമായിട്ട് ചേർത്ത് ഞാൻ പറയുന്നത്. 3-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ ഇങ്ങനെ: നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോട് ഉരിഞ്ഞു കളഞ്ഞു, തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിന്റെ പുതുക്കം പ്രാപിക്കുന്ന പുതിയ കണ്ടോ, വീണ്ടും ജനനമാണ് അവിടെ പറയുന്നത്. നിങ്ങൾ ക്രിസ്തുവിനാൽ ജനിച്ചു. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യണമെന്ന് പറയുന്നത്? നിങ്ങളുടെ ജനനം, മറ്റൊരു ജനനം നടന്നു. അപ്പൊ സഭയെക്കുറിച്ച് യേശുവുമായി കണക്ട് ചെയ്ത് ഒരു പുതുജനനത്തെ പറ്റി, ഒരു പുതിയ അനുഭവത്തെ പറ്റി, അവന്റെ പ്രതിമയാണ് നിങ്ങൾ. ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞത് ഓർമ്മ കാണുമല്ലോ. യേശു ദൈവത്തിന്റെ പ്രതിമയായിരുന്നു എന്ന് 1-ാം അധ്യായത്തിൽ പറഞ്ഞു. 3-ാം അധ്യായത്തിൽ പറയുക, ഇനി നിങ്ങൾ ക്രിസ്തുവിന്റെ പ്രതിമകളാണ്, ക്രിസ്തുവിനെ വെളിപ്പെടുത്തേണ്ടവരാണ്. സ്വത്രം. എന്നിട്ട് താഴോട്ട് വന്നിട്ട് പിന്നെയും കുറച്ച് കൽപ്പനകൾ പറഞ്ഞിട്ട് എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുകയാണ്, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങൾ. ഇങ്ങനെ ക്രിസ്തു 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 എന്ന എല്ലാ ഫാമിലിയുടെ ഉപദേശങ്ങളായിരുന്നാലും, ജോലി സ്ഥലത്തെ കാര്യങ്ങളായിരുന്നാലും, എല്ലാ കാര്യങ്ങളിലും ക്രിസ്തുവിനെ പൗലോസ് എടുത്ത് കാണിക്കുന്നത്. അവരുടെ ലക്ഷ്യം അത് ചെയ്യുന്നു എന്നുള്ളതല്ല, അതിൽ കൂടി ക്രിസ്തുവിങ്കിലേക്ക് അവർ അടുക്കുക. ക്രിസ്തു എന്ന ലക്ഷ്യത്തിൽ വെറുതെ അങ്ങ് ചെയ്തെന്ന ഒരു കൽപ്പന പോലെയല്ല, യേശുവിന് വേണ്ടി, അല്ലെങ്കിൽ യേശു എൻ്റെ ശരീരത്തെ, നമുക്ക് 2-ാം അധ്യായത്തിൽ വായിച്ചതുപോലെ, ശരീരം ക്രിസ്തുവിനുള്ളത്. അങ്ങനെ ഒരു നിലവാരം, അതാണ് മെച്യൂരിറ്റി. അത് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളോളം എത്തിക്കാണും എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ആ ഭാഗങ്ങളെ വിടുകയാണ്. സ്തോത്രം. ഇതായിരുന്നു എപ്പഫ്രാസിന്റെ പ്രാർത്ഥന. ദൈവഭക്തന്മാരുടെ എല്ലാവരുടെയും, ആത്മീയത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദൈവദാസന്മാരുടെ പ്രാർത്ഥന അതാണ്. കർത്താവെ, ചില വിശ്വാസികൾ നമ്മളെ എന്നും വിളിക്കും, പക്ഷേ വയറ്റുവേദനയാണ്, പക്ഷെ തലവേദന ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, പക്ഷെ എനിക്ക് ഇന്നലെ കിടന്നപ്പോൾ രാത്രി ഒരു സ്വപ്നം കണ്ടു, ഒരു ആന വന്നത് ഞങ്ങൾ കണ്ടു. ചിലപ്പോൾ നിങ്ങൾ ആരും അങ്ങനെ പറയുന്നവരല്ല. എന്നാൽ നമ്മൾ സുവിശേഷ വേലയിൽ തുടക്കമാക്കുന്ന നിങ്ങൾ പലരും അങ്ങനെ കേട്ടിട്ടുണ്ടായിരിക്കും. പരസ്പരം ഞാൻ ആനയെ സ്വപ്നം കണ്ടു, ഞാൻ പാമ്പിനെ സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. സ്തോത്രം. ചില ആളുകൾ എന്നെ രാത്രിയിൽ വിളിച്ചുണർത്തും. ചില സമയത്ത് ഞാനും പേടിച്ചുകൊണ്ട്, നമ്മൾ മനുഷ്യരാണ്. സ്തോത്രം. ഹലോ പാസ്റ്റേ, എന്തോ അനക്കം, എന്തോ ശബ്ദം. ഇത് കേൾക്കുമ്പോൾ നമ്മളിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്, നമ്മളും പേടിച്ചു പോകും. അപ്പം ഇങ്ങനെയുള്ള ആ ഒരു നിലവാരത്തിലാണ് പലപ്പോഴും സഭ കിടക്കുന്നത്. നമ്മളൊക്കെ അന്നേരം ചിന്തിക്കുന്ന, കർത്താവേ, ഇവർ ഇതൊക്കെ ഒന്ന് വിട്ടിട്ട് ഒന്ന് വളർന്നിരുന്നെങ്കിൽ, ഒന്ന് മെച്യൂർ ആയിരുന്നെങ്കിൽ. ഒരു പാമ്പ് വന്നെന്നും ഒരു ആന വന്നെന്നും ഒക്കെ പറയുന്നിടത്ത് നിന്നും യേശു എന്ന ആ ലക്ഷ്യത്തിലേക്കും വെളിപ്പാടിലേക്കും ഒക്കെ ഇവരൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ. നമ്മൾ ആരും മെച്യൂർ അല്ല. ഞാനും ഒത്തിരി പുറകെ ഓടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ആമേൻ, ദൈവവചനത്തിൻ്റെയും കർത്താവിൻ്റെയും എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ക്രിസ്തുവിനോളം, അല്ലെങ്കിൽ ക്രിസ്തു എന്ന ലക്ഷ്യത്തോളം നമ്മുടെ ജീവിതം വളരുക എന്നുള്ളതാണ്. എന്നും പാസ്റ്ററെ വിളിച്ചിട്ട്, പാസ്റ്ററെ എനിക്ക് എന്താ കൈ തരാഞ്ഞത്, എന്നോട് ആ പാസ്റ്റർ പ്രൈസിലോട് പറഞ്ഞില്ലല്ലോ, ശാലോം എന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ, ഇങ്ങനെയൊക്കെ പറയുന്ന കൊച്ചു കൊച്ചു കുറ്റങ്ങൾ ആ പാസ്റ്റർ എൻ്റെ വീട്ടിൽ വന്നപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കുറച്ച് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ആ പാസ്റ്റർ ആ വീട്ടിൽ പ്രവർത്തിച്ചു വളരെ നീട്ടി പ്രാർത്ഥിച്ചു, എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ചുരുക്കി പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെ പറയുന്നത്, ഞാൻ അസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഹെഡ് പാസ്റ്ററിനെ പറ്റി അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നാട്ടിൽ ഞാനൊരു ഒരു ഡിസ്ട്രിക്ട് സഭയിലെ പാസ്റ്റർ അസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത്. അപ്പം ആ പാസ്റ്റർ വളരെ ആത്മാർത്ഥതയുള്ള, വളരെ സാധാരണ ഒരു നല്ല ഭക്തനായ മനുഷ്യനാണ്. പക്ഷെ ആ മനുഷ്യനെ കുറിച്ച് പറയുന്നതാണ്, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ആത്മാർത്ഥതയില്ല. അപ്പം എനിക്ക് ഭയങ്കര വിഷമം തോന്നും. ഞാൻ ആ പാസ്റ്ററോട് പറയത്തില്ല, പക്ഷെ എനിക്ക് വിഷമം തോന്നും. അപ്പം അവർ പറയുന്നത്, ഞാനത് കാരണം ഇങ്ങനെ എന്താണ് ഇങ്ങനെ പറയുന്നത്, അവർ പറയുന്നതാണ്, എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ചുരുക്കി പ്രാർത്ഥിച്ചു. ഇതൊക്കെ ഒരു ശൈശവാവസ്ഥയാണ്. പാസ്റ്റർ ജെയിംസിക്ക് പറഞ്ഞാൽ, പ്രൈസറോട് പറഞ്ഞാൽ എന്ത്, പറഞ്ഞില്ലേലെന്ത്. നമ്മൾ അതിലും കുറച്ചുകൂടെ മുന്നോട്ട് പോവാൻ, നമ്മൾക്ക് ഉപദേഷ്ടാക്കന്മാരാകുവാൻ കാലം കൊണ്ട് നോക്കിയാൽ കടന്നു വന്നവരല്ലേ. അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ വിഷയമല്ല. സ്തോത്രം. ഇതൊന്നിനും വേണ്ടി ചില മെച്യൂർ ആണെന്ന് ചിന്തിക്കുന്ന ആളുകൾ, നമ്മൾ അതുകൊണ്ട് അവരെ മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ അവർ ചിന്തിക്കുന്ന എന്തായിരിക്കും അറിയോ, പാസ്റ്റർ ഇന്ന് എന്നെ മൈൻഡ് ചെയ്തില്ല. നമുക്കറിയാം, നമ്മൾ അവരെ മൈൻഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് ചിന്തിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യാത്തത്. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന അല്ലെങ്കിൽ ഭാരതത്തിലിരിക്കുന്ന ഒരാളുടെ പേര് 2-3 വട്ടം അങ്ങ് പറയും. അപ്പോൾ ഉടനെ മറ്റുള്ളവർ ചിന്തിക്കുന്നത്, പാസ്റ്റർ അവരുടെ കാര്യം 2-3 വട്ടം പറഞ്ഞു, ഇന്ന് എന്നെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. സ്തോത്രം. അവൻ പെട്ടെന്ന് ചിന്തിക്കാൻ, പാസ്റ്റർക്ക് എന്നോട് എന്തെങ്കിലും ഉണ്ടോ. പിന്നെ ഒരു കഥ ഉണ്ടാക്കും, രാത്രിയിൽ കുത്തിയിരുന്ന ഒരു കഥ ഉണ്ടാക്കും. പിറ്റേ ഞായറാഴ്ച വരുമ്പോഴത്തേക്കും, പ്രൈസ് ലോർഡ് ആൻറ്റി, പ്രൈസ് ലോർഡ്. സഭാരാധനയ്ക്ക് വരണമല്ലോ, വിഷമമുണ്ട്, ദേഷ്യമുണ്ട്, ഭയങ്കര എങ്ങനെയെങ്കിലും പാസ്റ്ററോട് 2 പറയണമെന്നുണ്ട്, പറയാനും പറ്റുന്നില്ല എന്നുള്ള നിലപാട്. അത് എന്ന് പറയുന്നത് ഒരു ആത്മീക ശൈശവാവസ്ഥയാണ്. സ്തോത്രം. നമ്മളിങ്ങനെ പിണങ്ങി അസൂയപ്പെട്ട്, കൊരിന്ത്യർ സഭയിലൊക്കെ ഇത് നന്നായിട്ട് പറയുന്നുണ്ട്. സ്തോത്രം. അങ്ങനെയൊന്നും അല്ല നമ്മൾ എന്ന് ഞാൻ ഇവിടെയും കൊലോസിലോടും അത് പറയുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളൊന്ന് വളരണം. സ്തോത്രം. മെച്യൂർ ആകണം. നമ്മൾ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ വിട്ടിട്ട്, ആമേൻ, സ്തോത്രം,
ആമേൻ, കർത്താവിൻ്റെ തലയോളം വളരാനുള്ള ഒരു കൊതിയോടെ നമുക്ക് ഓടാം. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ആമേൻ ഇവിടെ പ്രാർത്ഥിക്കുന്നത് പോലെ എന്താണ് പ്രാർത്ഥിച്ചത്? സ്തോത്രം. ആമേൻ, ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. കണ്ടു, ഭയങ്കര എരിവോടെ എരിയുന്നു, സീലാണ്, ഭയങ്കര ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും ലവോദിക്കക്കാർക്കും ഹിരപ്പൊലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി. ഭയങ്കര പ്രയാസമാണ് അങ്ങനെയുള്ളവരെ കാണുമ്പം. ആമേൻ, ഈ മനുഷ്യന് വല്ലാത്ത വേദന. സ്തോത്രം. പൗലോസ് ആമേൻ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത് പോലെ സകല സഭകളെക്കുറിച്ചുള്ള ഭാരം. എന്താ ഭാരം? അവർക്ക് അത് കിട്ടാഞ്ഞത് ഇത് കിട്ടാഞ്ഞതൊന്നുമല്ല. ഇവരെപ്പോഴാണെന്ന് ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ മെച്ചുറാകുന്നത്, എപ്പോഴാണ് ക്രിസ്തുവിനോളം വളരുന്നത് എന്നുള്ളതായിരുന്നു അവരുടെ ഭാരം. സ്തോത്രം. അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. അടുത്ത് 14 വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. സ്തോത്രം. 14 ഒരിക്കൽ കൂടെ 14 വാക്യവും 14 വാക്യം എന്ന് വായിച്ചാട്ടെ. 14. വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ലവോദിക്കയിലെ സഹോദരന്മാർക്കും നുംഫയ്ക്കും അവളുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചൊല്ലുവി. ആമേൻ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ഈ ലൂക്കോസ്. നമുക്കറിയാം, അദ്ദേഹം വളരെ വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു. ചരിത്രമൊക്കെ നന്നായിട്ട് എഴുതാൻ അറിയാവുന്ന ഒരാൾ. അങ്ങനെയാണെങ്കിൽ നല്ല വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ നല്ല ജ്ഞാനം എഴുതാനുള്ള ആ ഒരു രീതിയൊക്കെ അറിയാവുന്ന ഒരു ദൈവഭക്തനായിരുന്നു. ദൈവാത്മാവാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും തീർച്ചയായും ദൈവം നടത്തിവിട്ട ആ സാഹചര്യങ്ങളെ കർത്താവ് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ബൈബിളിലെ ഒരു സത്യമാണ്. സ്തോത്രം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഷാ ശൈലിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പം ലൂക്കോസിൻ്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളൊക്കെ എഴുതിയിരിക്കുന്ന ആ രീതി വളരെ ഭംഗിയായിട്ടാണെന്നാണ് ആ ഭാഷയുടെ പണ്ഡിതന്മാരെ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ പരിജ്ഞാനമുള്ള, അല്ലെങ്കിൽ അങ്ങനെ ലോകപ്രകാരവും നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയായിരുന്നു. പിന്നെ ജിയോഗ്രഫിയിൽ ഏരിയയൊക്കെ അദ്ദേഹം എന്താണ് വിവിധ സ്ഥലങ്ങളെ പറ്റിയുള്ള ദൂരവും അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പം വളരെ ഭംഗിയായിട്ടാണ് അദ്ദേഹം അപ്പോസ്തല പ്രവൃത്തികളിലും ഒപ്പം ലൂക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. അപ്പം വളരെ ജ്ഞാനമുള്ളൊരു മനുഷ്യനായിരുന്നെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ചിന്തിപ്പിച്ചത്, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ, അദ്ദേഹത്തെ പറ്റി വലുതായിട്ട് അദ്ദേഹം ഒന്നും പറയുന്നില്ല. ഞങ്ങൾ കൂടെ പൗലോസിനോടൊപ്പം പോയപ്പോൾ ഞങ്ങൾ അങ്ങനെ അകപ്പെട്ടു എന്നൊക്കെ പറഞ്ഞത് നമുക്കറിയാമല്ലോ. ഈ യോഹന്നാനെ കുറിച്ചാണെങ്കിലും ഞാൻ അന്ന് പറഞ്ഞ മർക്കോസിനെ കുറിച്ചാണെങ്കിലും ഈ അവർ ലേഖനം എഴുതുമ്പോഴും അവർ എന്താണ് പൗലോസ് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി സാക്ഷ്യം പറയുന്നുണ്ട് എങ്കിലും ഇവരാരും അവരെക്കുറിച്ച് പോലും ഒന്നും പറയുന്നില്ല. ഒന്നും പറയാനില്ലാത്തതുകൊണ്ടൊന്നും ആയിരിക്കത്തില്ല, അല്ലേ? എന്തെങ്കിലുമൊക്കെ അവരെക്കുറിച്ച് പറയാനുണ്ട്, പക്ഷെ അവരതുപോലും പറയുന്നില്ല. അവരതുപോലും പറയാതെ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ, സൈലന്റ് ആയിട്ട് നിന്നിട്ട് മനോഹരമായ ദൈവത്തിനോട് പ്രയോജനപ്പെടുക. ഒന്നും ആരുടെ മുന്നിൽ വെളിപ്പെടുത്താതെ അവർ കർത്താവിനെ അങ്ങ് വെളിപ്പെടുത്തുക. ലൂക്കോസിന്റെ സുവിശേഷം യേശുവിനെ ജാതികളിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ശക്തമായി പ്രവർത്തിക്കുകയാണ് ആ ദൈവത്തിന്റെ ദാസൻ. അനുഗ്രഹീതമായ ഒരു ഹിസ്റ്ററി ആമൻ അപ്പോസ്തല പ്രവൃത്തിയിൽ കൂടി ആമൻ ആ ഭക്തൻ എഴുതി തരികയാണ്. സ്വന്തം ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അപ്പോസ്തല പ്രവൃത്തി എന്ന പുസ്തകം ബൈബിളിൽ നമുക്ക് കിട്ടിയില്ലെങ്കിലോ? ദൈവം തീർച്ചയായിട്ടും തന്നു എന്നുള്ളത്. പക്ഷെ അപ്പൊ ആ മനോഹരമായ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ട ഭക്തനായ ലൂക്കോസ്, നമുക്കറിയാമല്ലോ, ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്ന ഒരേ ഒരാള് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ പുതിയ നിയമം എഴുതിയിട്ടുള്ളൂ. അതിലൊരുവനാണ് ആ ഒരാളാണ് ലൂക്കോസ്. പക്ഷെ എന്നിട്ടും അദ്ദേഹം അതിൻ്റെ ഉയർച്ച പറയുകയോ ഞങ്ങൾ അങ്ങനെ ആയിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു, ഞങ്ങൾ ഇങ്ങനെ, ഒന്നുമില്ല. അദ്ദേഹം വളരെ സൈലന്റ് ആയിട്ട് വളരെ ഒരു സ്ഥലത്ത് തൻ്റെ ജോലി പൂർത്തീകരിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സ്തോത്രം. നമ്മുടെ ലൈഫിൽ ഒരുപക്ഷെ നമുക്കൊരു സ്റ്റേജോ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇദ്ദേഹത്തിൻ്റെ പേര് പിന്നെയും വന്നുകൊണ്ട് പറയാം, നമ്മൾ ശക്തമായ വിദ്യാഭ്യാസമുള്ളവരും നല്ല രീതിയിൽ നമുക്ക് ജോലിയുള്ളവർ. ഇദ്ദേഹം ഡോക്ടർ ആയിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം അന്നേരവും ജീവിക്കുന്നത്. പക്ഷേ എന്നിട്ടും ആ മനുഷ്യൻ്റെ കൂടെ, പൗലോസിൻ്റെ കൂടെ ഇങ്ങനെ കപ്പൽ ചേരത്തിൽ അകപ്പെട്ടും അടിയും വഴക്കുണ്ടാകുന്ന സ്ഥലത്തുമൊക്കെ കൂടെ നടക്കും. അങ്ങനൊരു മനുഷ്യൻ കൂടെ ഉള്ളതും പൗലോസിന് ബലമാണ്, പൗലോസിന് ആശ്വാസമാണ്, ദൈവവേലയ്ക്ക് ഗുണമാണ്. സ്തോത്രം. കുറച്ച് കാര്യങ്ങൾ അറിയാകുന്നവരും എല്ലാ രീതിയിലുള്ളവർ വേണമല്ലോ. എല്ലാ രീതിയിലുള്ളവർ വേണം. സഭയെന്ന് പറയുന്നത് എല്ലാ രീതിയിലും എല്ലാം അങ്ങ് കൈയാകാൻ പറ്റത്തില്ല, എല്ലാം അങ്ങ് കാലാകാൻ പറ്റത്തില്ല, എല്ലാം തലയാകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എല്ലാം ചെവിയാകാൻ പറ്റത്തില്ല. എല്ലാം വേണം. അപ്പോൾ പൗലോസിന് തൻ്റെ ശുശ്രൂഷയുടെ പൂർത്തീകരണത്തിന്റെ വേളയിൽ ലൂക്കോസന്മാരെ വേണം. അങ്ങനെ ജീവിത സാഹചര്യങ്ങൾ ഉള്ളവരെ അത്യാവശ്യമാണ് സഭയ്ക്ക്. അതൊരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത സത്യമാണ്. സ്തോത്രം. പൗലോസ് അതിനെ ഒരിക്കലും കുറച്ച് കാണുന്നില്ല. അത് അനുഗ്രഹീതമായൊരു പദവിയായിരുന്നു. എങ്കിലും ആ മനുഷ്യൻ മറഞ്ഞു നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലെ കർത്താവിനെ ഉയർത്തുവാൻ കഴിയുന്ന മനോഹരമായ ഒരു സത്യമാണ്. യേശു 100%
പിതാവിനെ വെളിപ്പെടുത്തിയതുപോലെ, അല്ലെങ്കിൽ കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് ക്രിസ്തുവിന്റെ പ്രതിമ പ്രകാരം ജീവിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ് ലൂക്കോസ്. നമ്മൾ അറിയപ്പെടാത്ത, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പ്രസംഗിച്ചിട്ടില്ലാത്ത, നമ്മൾ ഒന്നോ രണ്ടോ വാക്കിലോ 5 മിനിറ്റോ പറഞ്ഞു തീർക്കാനേ ഉള്ള ആളുകൾ ശക്തന്മാരായ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെട്ടവരായിരുന്നു. സ്തോത്രം. ആമേൻ. ഒരു പക്ഷേ ഒരു തലമുറ മുഴുവൻ എത്രയോ പ്രാവശ്യം ലൂക്കോസിന്റെ സുവിശേഷത്താൽ ദൈവസന്നിധിയിൽ വേർതിരിക്കപ്പെട്ട് കാണാം. പലപ്പോഴും ക്രിസ്ത്യൻ മൂവികൾ, അത് ഗുണമാണോ ദോഷമാണോ എന്നുള്ളതെന്ന് അല്ല, അങ്ങനെയുള്ള മൂവികൾ ഉണ്ടാക്കപ്പെട്ടതുപോലും ലൂക്കോസിന്റെ സുവിശേഷം രേഖപ്പെടുത്തിയിട്ടാണ് പലപ്പോഴും അവനുണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തല പ്രവർത്തികളും അവൻ എത്രയോ ആളുകൾക്ക് അനുഗ്രഹമായതുപോലെ, അനുഗ്രഹീതമായ ദൈവത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി ഈ ലൂക്കോസ് ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളത് വാസ്തവമായ സത്യമാണ്. സ്തോത്രം. എന്നാൽ നമുക്ക് ഈ ലൂക്കോസുമായിട്ട് ചേർന്ന് ചിന്തിക്കുമ്പോൾ അടുത്ത പറഞ്ഞിരിക്കുന്ന വാക്കോട്ട് ഭയങ്കര, ഇതിനകത്തൊരു ഭയങ്കര ഒരിതുണ്ട്. സ്തോത്രം. അടുത്ത വാക്ക് നമുക്കറിയാമല്ലോ, ലൂക്കോസും ദേമാസും. അപ്പം ലൂക്കോസും ദേമാസും എന്ന് പറയുമ്പോൾ ഇത് രണ്ട് ലോകത്തെയാണ് കാണിക്കുന്നത്, രണ്ട് സ്വഭാവമാണ് കാണിക്കുന്നത്, രണ്ട് ഉദാഹരണങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഈ ദേമാസിനെ പറ്റി വേറെയും സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഫിലമോന്റെ ലേഖനത്തിലാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ലൂക്കോസിനെ പറ്റി അവിടെ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഫിലമോന്റെ ലേഖനത്തിലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഫിലമോന്റെ ലേഖനമാണെന്നാണ് എൻ്റെ ഓർമ്മ. സ്തോത്രം. സ്തോത്രം ആയിരിക്കാം. സ്തോത്രം. ഫിലമോന്റെ ലേഖനത്തിലോ അല്ലെങ്കിൽ ഫിലിപ്പിയ ലേഖനത്തിലോ ആണ് ഈ ദേമാസിനെ പറ്റി പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ് 2 തിമോത്തിയോസിന്റെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ദേമാസിനെ പറ്റി എന്താ പറയുന്നത്? അതൊന്ന് വായിച്ചാട്ടെ. നമുക്ക് അറിയാവുന്ന വാക്യമാണ്, എന്നാലും ഒന്ന് വായിച്ചാട്ടെ. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. യെസ്, പോയി. ദേമാസ് പോയി. ദേമാസ് അവിടെ നിന്ന് പോയി. സ്തോത്രം. അത് പോയത് കുഴപ്പമില്ലായിരുന്നു. മർക്കോസ് നമ്മളിപ്പോൾ മർക്കോസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചപ്പോൾ അദ്ദേഹം കർത്താവിനെ കളഞ്ഞിട്ടോ അല്ലെങ്കിൽ ലോകത്തെ സ്നേഹിച്ചു പോയതല്ല. അദ്ദേഹത്തിന് ഒരുപക്ഷെ അന്നത്തെ ആ സാഹചര്യം, അല്ലെങ്കിൽ അവിടെ ഉണ്ടായ, നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ അവിടെ ഭയങ്കര വിഷയങ്ങളൊക്കെ ഉണ്ടായി, ആരും സുവിശേഷം ഒന്നും ഏറ്റെടുക്കുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരുപക്ഷെ വീടിനെ കുറിച്ച് ഓർമ്മ വരികയൊക്കെ, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിൽ വളരെ എങ്ങായ ഒരു മനുഷ്യൻ തിരികെ പോയതായിരിക്കാം. അതുകൊണ്ടല്ല തിരിച്ചു വന്നത്. അങ്ങനെയുള്ള രീതിയിലല്ല മർക്കോസിനെ പറയുന്നത്. എന്നാൽ ദേമാസിനെ കുറിച്ച് ഇവിടെ വ്യക്തമായിട്ട് പൗലോസ് പറയുകയാണ്, ലോകത്തെ സ്നേഹിച്ച് ഞങ്ങളെ വിട്ടിട്ട് പോയി. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരാൾ സുവിശേഷ വേല അവർക്ക് പറ്റാത്തത് കൊണ്ട് വിട്ടിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതോ, അല്ലെങ്കിൽ ദൈവവേലയിൽ നിൽക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിൽ മാറിപ്പോകുന്നതോ ഒരു പക്ഷേ നമുക്കൊരു ദുഃഖം തോന്നാം. അതിൽ ശരിയായ കാര്യമല്ല മർക്കോസിന്റെ കാര്യമായാലും. പക്ഷെ അതിനേക്കാൾ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ലോകസ്നേഹം കൊണ്ടാണ് നമ്മൾ ഒരു ദൈവദാസനെ, സത്യത്തിൽ നമ്മൾ ദൈവവേല നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു വിശ്വാസി, ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞതാണ്, യഥാർത്ഥമായി പ്രസംഗിക്കുന്ന ഒരു ദൈവദാസനുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാൾ ബന്ധം വിട്ടിട്ട് കുറച്ച് ദൂരെ മാറിയാൽ നമുക്കറിയാം ഇവർ കർത്താവിൽ നിന്ന് അകന്നു. ഇപ്പം എന്നെ സ്ഥിരം ഫോൺ ചെയ്യുന്ന ചില വിശ്വാസികളുണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം, അവർക്ക് ഉറപ്പാണ് അവർ കർത്താവിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് എന്നെ വിളിക്കുന്നു എന്നുള്ളത് ഞാനല്ല അവിടെ വിഷയം, വേറൊരു ഭാഷയായാലും. പക്ഷെ ചില ആൾ കുറച്ചു നേരം കഴിയുമ്പോൾ പിന്നെ പ്രാർത്ഥനയ്ക്ക് ഓൺലൈനിലൊന്നും കാണുന്നില്ല, പിന്നെ വലിയ വിളിയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അന്നേരം നമ്മൾ ചിന്തിച്ചോണം, എവിടെയോ ലോകത്തിൽ പോയി കുടുങ്ങിയിട്ടുണ്ട്. എന്നിൽ നിന്ന് അകലുന്നു എന്ന് തോന്നിയാലേ എനിക്ക് മനസ്സിലാകും ഇവർ കർത്താവിൽ നിന്ന് അകലുന്നുണ്ടെന്ന്. കാരണം എന്നെ ഫോൺ വിളിച്ചാൽ ഒരു 10 മിനിറ്റ് വിളിച്ചാൽ 9 മിനിറ്റും എന്തായാലും പ്രാർത്ഥിച്ചോ എന്ന് ചോദിക്കും, ബൈബിൾ വായിച്ചോ എന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് അകന്നു പോകുന്നത്, ഞാനെന്നല്ല ഏത് ദൈവദാസനായിരുന്നാലും ഒരു വിശ്വാസി അകന്നു പോകുമ്പോൾ അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ആ വ്യക്തി ദൈവത്തിന് തന്നെ അകന്നു. ഇവിടെ പൗലോസിനെ വിട്ടു പോകുന്നു എന്ന് പറയുന്നത് അപ്പുറത്ത് ആ വാക്കും കൂടെ എഴുതിയിരിക്കുന്നത് കൊണ്ട് നമുക്കറിയാം, ദേമാസ് ലോകത്തെ സ്നേഹിച്ചിട്ട്. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ എന്നും നമ്മളെ വിളിക്കുന്നു. ചിലർ നമ്മളെ ചിലപ്പോൾ നമ്മളെ കളിപ്പിക്കാനും വിളിക്കും, ഞാൻ ഭയങ്കര സ്നേഹമാണെന്നൊക്കെ അറിയിക്കണം. ഇന്നത്തെ തലമുറയൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം എന്നാൽ ചില കുഞ്ഞുങ്ങൾ, ഞാൻ ഇന്ന് ഭയങ്കര പഠിത്തമാണ്, ഞാൻ വളരെ ബിസിയാണ്, എനിക്ക് കുറച്ച് ഒരുമിച്ച് ഞങ്ങൾക്ക് കുറച്ച് പഠിക്കണം, ഞങ്ങൾ കുറച്ച് 2 ദിവസം വിളിക്കത്തില്ല എന്നൊക്കെ പറയുമ്പോഴേ ചിന്തിച്ചോണം, അവർ ആ പറയുന്നത് റിയൽ അല്ലെങ്കിൽ എവിടെയോ എന്തോ ഒരു കുഴപ്പമുണ്ട്. അയ്യോ, ഞാനിവിടെ മാതാപിതാക്കളെ പേടിപ്പിക്കുകയല്ല. സാധാരണ ചിലപ്പോൾ അവർക്ക് തിരക്കുള്ളതുകൊണ്ടോ, ചിലപ്പോൾ ഓവർ ട്യൂഷൻ ഉള്ളതുകൊണ്ടോ, പഠിത്തം ഉള്ളതുകൊണ്ടോ അങ്ങനെയൊക്കെ ആകാം. ആരും തെറ്റിദ്ധരിക്കല്ലേ, നല്ല മക്കളായിട്ട് അവരവിടെ വളരുന്നുണ്ടായിരിക്കാം. എന്നാൽ ഒരു ചെറിയ ശതമാനം സാഹചര്യങ്ങളിൽ മാതാപിതാക്കളിൽ നിന്നും, വിവാഹം കഴിച്ചിട്ടില്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച് മാതാപിതാക്കളിൽ നിന്ന് അകലുന്നത് ഒരു നല്ല ലക്ഷണമായിട്ട് ഞാൻ മാതാപിതാക്കളെല്ലാം അത് അംഗീകരിക്കുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. സ്തോത്രം. അത് ദൈവമക്കളെ എന്ന് പറയുന്നത് പോലെ പൗലോസോടെ പറയാൻ, ഞങ്ങളെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. ആമേൻ. ഇത് രണ്ട് മുഖമാണ് നമ്മൾ കാണുന്നത്. ലൂക്കോസ്, ദേമാസ്. പൗലോസിനോടൊപ്പം സഞ്ചരിച്ചതാണ് ഇവർ രണ്ടുപേരും പൗലോസിനോടൊപ്പം സഞ്ചരിച്ചതാണ്. പക്ഷെ ഒരുവൻ ആരുടെ കൂടെ സഞ്ചരിച്ചു, ആ പാസ്റ്ററുടെ കുഴപ്പമല്ലത്.
നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ പാസ്റ്റർമാരൊന്നും നന്നായിട്ട് പ്രസംഗിക്കാത്തതുകൊണ്ട്. ഓക്കെ, ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് കേട്ടോ. പാസ്റ്റർമാരൊക്കെ നന്നായി പ്രസംഗിക്കാത്തത് കൊണ്ടും ദൈവവേല ചെയ്യാത്തത് കൊണ്ടും ചിലർക്ക് കൃപയിൽ നിന്ന് പോയിട്ടുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് അറിഞ്ഞിട്ടുമുണ്ട്. എന്നാൽ എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല. പൗലോസിനോടൊപ്പമാണ് ലൂക്കോസ് നടന്നത്, പൗലോസിനോടൊപ്പമാണ് ദേമാസ് നടന്നത്. പക്ഷെ ഒരുവൻ സൈലന്റായി ക്രിസ്തുവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു, മറ്റൊരുവന്റെ അകത്ത് ഈ 11 പേരും യേശുവിനോടൊപ്പം നടന്നു, യൂദയും നടന്നു അല്ലെ. അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കൂടുതൽ കൊടുക്കുകയും കുറവ് കൊടുക്കുകയും ഒന്നും ചെയ്തില്ല. പക്ഷേ പണസ്നേഹിയായ യൂദ കർത്താവിനെ വരെ വിൽക്കാൻ തയ്യാറായി എന്ന് പറഞ്ഞതുപോലെ ദേമാസിനെ പറ്റി ഇവിടെ പറയുകയാണ്. ദേമാസ് ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് പോയി. സ്തോത്രം. ദേമാസ് നമുക്കൊരു വാണിങ്ങും ലൂക്കോസ് നമുക്കൊരു നല്ല മോഡലുമാണ്. സ്തോത്രം. ദൈവസന്നിധി നമ്മൾ ഇതിനകത്ത് ഏതാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഇന്നത്തെ ആത്മീക നിലവാരം നോക്കിയാൽ മതി. ഇത് വേറൊരു കാര്യമുണ്ട്. ഇന്നത്തെ നമ്മളങ്ങനെയല്ല. കർത്താവിൻ്റെ ദാസൻ പ്രസംഗിക്കുന്ന ഒരു കൂട്ടായ്മയുണ്ട്, അങ്ങനെയല്ല. എന്നാൽ നമുക്ക് പലപ്പോഴും അങ്ങനെ നമ്മൾ കേൾക്കുന്നില്ലെങ്കിൽ നമ്മുടെ ചിന്ത, ലോകത്തിൽ നമ്മൾ മാനിക്കപ്പെടും പാസ്റ്ററെ, നമ്മുടെ തലമുറയൊക്കെ അനുഗ്രഹിക്കപ്പെട്ടില്ലെങ്കിൽ പാസ്റ്ററെ പിന്നെ എങ്ങനെയാ? ഓക്കെ, ദൈവം, ഞാൻ ഒന്നുകൂടെ പറയുന്നു, ദൈവം അനുഗ്രഹിക്കുന്നെങ്കിൽ അനുഗ്രഹിച്ചോട്ടെ. പക്ഷേ ബൈബിൾ ഒരു സത്യം നമ്മൾ മറന്നു പോകരുത്. കഷ്ടങ്ങൾ, തകർച്ചകൾ നമ്മുടെ ലൈഫിൽ ദൈവം അറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ തരും. ഇത് ക്രിസ്തീയ മാർഗമാണ്. ദേമാസിന്റെ ജീവിതത്തിൽ അത് റിയലായി മനസ്സിലാക്കാൻ ദേമാസിനെ പറ്റിക്കാണത്തില്ല. ക്രിസ്തീയ ജീവിതത്തിൽ ചിലപ്പം നമ്മളെ ഒന്ന് കൈപിടിച്ച് നമ്മുടെ തലമുറയ്ക്ക് ഒരു നന്മയോ നമ്മുടെ ലൈഫിലെ പ്രാർത്ഥനാപേക്ഷത്തിന് ഒരു ഭൗതികമായ മറുപടിയൊക്കെ ദൈവം തരും. തീർച്ചയായിട്ടും തരാതൊന്നും ഇരിക്കത്തില്ലായിരിക്കും. ദൈവം ചിലപ്പോഴൊക്കെ നമുക്ക് തന്ന് മുന്നോട്ട് നയിക്കും. എന്നാൽ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഒരു നല്ല ആത്മീക പക്വതയിലേക്ക് പോകുന്നത് എന്ന് പറയുന്നത് അനുഗ്രഹത്തിന്റെ വഴികളിൽ കൂടി മാത്രമാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത, ഒരു മനുഷ്യനും വ്യാഖ്യാനിച്ച് തെളിയിക്കാൻ കഴിയാത്ത കഷ്ടതകളിൽ കൂടി, നമുക്ക് പോലും ഉത്തരം പറയാൻ പറ്റാത്ത വിഷയങ്ങളിൽ കൂടെ, നമുക്ക് പോലും ഇതിൻ്റെ എന്താണ് എന്ന് പറയാൻ മറ്റൊരാളോട് ഒന്ന് പറഞ്ഞ് അവതരിപ്പിക്കാൻ പറ്റാത്ത കഷ്ടത്തിൽ കൂടെ നമ്മൾ ചിലപ്പോൾ കടന്നു പോകേണ്ടി വരും. ചിലപ്പോൾ വർഷങ്ങളോളം കടന്നു പോകേണ്ടി വരും. ചിലപ്പോൾ ഒരു മാസത്തേക്ക് കടന്നു പോകേണ്ടി വരും. ചിലപ്പോൾ ഒരു ദിവസം കടന്നു പോകും. ഇതൊക്കെ കർത്താവ് ബൈബിളിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എത്രത്തോളം കഷ്ടപ്പെടുന്നോ, എൻ്റെ ഓർമ്മശന റോമാലേഖനം 8-ാം അധ്യായത്തിലാണ്, അത്രത്തോളം തേജസ് പ്രാപിക്കും. വരുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തെ കഷ്ടങ്ങൾ സാരമില്ല. അപ്പോസ്തലനായ പൗലോസ് എത്രത്തോളം തകർച്ചയിൽ കടന്നുപോയോ അത്രത്തോളം വെളിപ്പാടുകൾ പ്രാപിച്ചു. എത്രത്തോളം അദ്ദേഹം ജീവിതത്തിന്റെ വേദനകളിൽ കൂടി കടന്നുപോയി. അവസാനം അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ബുദ്ധിമുട്ടും ഞെരുക്കവും ഒക്കെ അനുഭവിപ്പാൻ ഇഷ്ടപ്പെടുന്നു. കാരണം ഒരു കഷ്ടം വരുമ്പോഴേ പൗലോസിന് മനസ്സിലായി, ഇവിടെ എന്തോ കുറച്ച് കൂടുതൽ വെളിപ്പെടുത്താൻ ദൈവത്തിനുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, നമുക്ക് സ്വർഗത്തെക്കുറിച്ചും ദൈവിക പദ്ധതികളെക്കുറിച്ചുള്ള വെളിപ്പാട് കിട്ടുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ തകർച്ചകൾ നമ്മളങ്ങ് മറന്നുപോകും. അപ്പൊ നമ്മളോട് ചിലർ ചോദിക്കും, നിങ്ങൾ ഈ ലോകത്തിലൊന്നും അല്ല ജീവിക്കുന്നേ അല്ലേ? ആളുകൾ നമ്മളോട് ചോദിക്കും, ചിലപ്പോൾ നമ്മുടെ പപ്പ ചോദിക്കും, മമ്മി ചോദിക്കും, ചിലപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മളോട് ചോദിക്കും, നിങ്ങൾ ഈ ലോകത്തിലല്ലേ? അല്ല, നമ്മൾ ഈ ലോകത്തിൽ തന്നെ ജീവിക്കുന്നേ. പക്ഷേ ദേമാസ് ഈ ലോകത്തെ കുറിച്ചായിരുന്നു ചിന്ത, നമ്മൾ വരാനുള്ള ലോകത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതാണ് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ ആകയാൽ 3:1 എന്താ പറയുന്നത്? ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഒന്നും ചിന്തിക്കണ്ടെന്ന് യേശു കർത്താവ് പറഞ്ഞേ. പക്ഷെ എന്ത് ചിന്തിക്കണമെന്നും കൂടെ ബൈബിൾ പറയുന്നുണ്ട്. സ്വത്രം ചിന്തിപ്പീൻ. എന്ത് ചിന്തിപ്പീൻ? ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. നിങ്ങൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. തേജസ്സായ ക്രിസ്തു വെളിപ്പെടുമ്പം നമ്മളും വെളിപ്പെടും. അത്ര തേജസ്സോടെ വെളിപ്പെടും. ഇത് തെസലോനിക്ക സഭയോടൊക്കെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. തെസലോനിക്ക സഭ രണ്ടാം ലേഖനത്തിൽ അവർ ഉദ്ദേശിച്ചത് ഇത്രയും കഷ്ടമൊക്കെ വന്നപ്പോഴത്തേക്ക് അവർക്ക് ബുദ്ധിമുട്ടായി, അവരുടെ പ്രത്യാശയൊക്കെ കുറഞ്ഞുപോയി, വിശ്വാസ സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് കുഴപ്പം പറ്റി. പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് കഷ്ടം വരുത്തുന്നവർക്ക് കഷ്ടം ദൈവം കൊടുത്തോളും. പക്ഷെ ഇത് ദൈവത്തിന്റെ തേജസ് പ്രാപിക്കാനുള്ള ദൈവത്തിന്റെ വഴികളാണ് കഷ്ടങ്ങൾ. അങ്ങനെ അല്ലാതൊരു മഹത്വം ദൈവത്തിന് നമുക്ക് തരാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് മനോഹരമായിട്ട് പ്രയോജനപ്പെടാം, കുറച്ച് തേജസ് കൂടുതൽ, അങ്ങനെയില്ല.
എത്രത്തോളം കഷ്ടം കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി നിൽക്കുന്ന വഴിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് വരികയാണത്. അങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നോ? അത്രമാത്രം തേജസ്സിന്മേൽ തേജസ്സോടെ കർത്താവ് നമ്മൾ ഉയർപ്പിക്കും. സ്തോത്രം. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഇതൊക്കെ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് അവൻ എബ്രായ ലേഖനത്തിൽ പറഞ്ഞത് മറ്റു ചിലർ അല്ലെ? എബ്രായ ലേഖനത്തിൽ എങ്ങനെ പറഞ്ഞത്? കുറച്ച് പേര് ഒത്തിരി പ്രാപിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സ്തോത്രം അതിന്റെ 11-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ആമേൻ അപ്പോസ്തലനായ പൗലോസ് ആയിരിക്കണം, അല്ലെങ്കിൽ ലേഖകൻ സ്തോത്രം എബ്രായ ലേഖനത്തിലും ആ വാക്ക് എങ്ങനെയാണ് പറയുന്നത്? സ്തോത്രം ആ വാക്യം മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേറ്റ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. യെസ്, അതിന് താഴോട്ടൊരു ലിസ്റ്റ് പറയുക. ഏറ്റവും നല്ലൊരു ഉയർപ്പിനായി നമ്മൾ പറയത്തില്ല, നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ വേണമെന്ന്, എൻ്റെ കുഞ്ഞിന് നല്ലൊരു ഭാവി വേണം, പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ തലമുറയ്ക്ക് എൻ്റെ തലമുറയ്ക്ക് നല്ല ഒരു ഉയർച്ച കിട്ടണം ഭാവിയിൽ. എത്ര വർഷത്തേക്ക്? 80-100 വർഷത്തേക്കുള്ള കാര്യം. അത്രയൊന്നുമില്ല, 40 വർഷം 50 വർഷം ആ ഉയർച്ച നിൽക്കാം. അതാണ്. എന്നിട്ട് ഇവിടെ പറഞ്ഞ ഉയർച്ച എന്തുവാ? ഇതിനപ്പുറത്തത് അവർ കണ്ടു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് പറയുന്നത് നിരസിച്ചു. ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നവർ എണ്ണി. എന്നാൽ ദേമാസിന് ആ വെളിപ്പാട് കിട്ടിയില്ല, അല്ലെങ്കിൽ അത് മനസ്സിലായില്ല മനുഷ്യന്. പൗലോസിന്റെ കൂടെ നടന്നിട്ടും എന്തിനാ പൗലോസ് ഈ തകർച്ചയിൽ കൂടി കടന്നു പോകുന്നത് എന്ന് ആ ദേമാസിന് ബോധ്യമായില്ല. പൗലോസിന്റെ കൂടെയാ. ബോധ്യമാകാത്ത അനേകർ നമ്മുടെ പായിൽ നമ്മുടെ കൂടെ ഉണ്ട്. എന്നാൽ ഇന്ന് ആ പായിൽ നമ്മളെ ദൈവം ഇരുത്തിയിരിക്കുന്നത് നല്ല ലൂക്കോസുമാരാകാൻ വേണ്ടിയാണ്. സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം നമ്മളെ നിർത്തട്ടെ. ഇതൊരു വാണിങ്ങും സ്തോത്രം, ഒപ്പം ഇത് നമ്മളെ കർത്താവിനോട് അടുക്കാൻ കാരണമാകുന്ന ഒരു ആമേശ്വത്ര ഉപദേശവുമാണ്. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഈ ദിവസങ്ങളിൽ ദേമാസുമാരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ പാഠം പഠിക്കാനിടയാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് പരിശോധനകൾ വരാം. ദേമാസ് തോറ്റുപോയി. ഇന്ന് രാത്രിയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം നമ്മൾ തോറ്റുപോയ, നമ്മളിന്ന് പിറുപിറുത്തിട്ടാണോ ഇരിക്കുന്നത്? തോറ്റുപോയി. ദൈവം നമ്മളെ ജയിക്കാൻ വിളിച്ചതാ. ദൈവം എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ ജയിക്കുന്നതല്ല. പിശാചിനെ യേശു കർത്താവ് മരുഭൂമിയിൽ പരാജയപ്പെടുത്തിയതുപോലെ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം, കർത്താവ് നമ്മളോടൊന്ന് ഒന്ന് വചനത്തിൽ കൂടി ഇടപെടുന്ന ഒരു ദിവസം. അന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളിൽ ഓരോരുത്തരും അതൊക്കെ അനുഭവിക്കുന്നവരായിരിക്കാം. ഒരു വചനം ഹൃദയത്തിൽ, ഒരുപക്ഷെ ഒരു പ്രസംഗത്തിലായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വായിക്കുമ്പോഴായിരിക്കാം ദൈവം നമ്മളോട് ഡയറക്റ്റ് ഇടപെട്ടു എന്ന് തോന്നുമ്പം അന്ന് ചിലപ്പോൾ നമ്മൾ ഭക്ഷണത്തിരിക്കാൻ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ലോകത്തിലായിരിക്കും. ഞാൻ വേറെ ലോകത്തെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കില്ല, നമ്മളെ മറ്റേ ഈ വേറെ ആളുകൾ പറയുന്ന ആ ലോകത്തിലല്ല. ഒരു നിത്യമായ സന്തോഷത്തിലൊരു നിറവ്. സ്തോത്രം. എന്നാൽ പരാജയപ്പെട്ടു പോയി ദേമാസ് തൻ്റെ പരീക്ഷാ കാലഘട്ടങ്ങളിൽ. നമ്മുടെ ലൈഫിൽ കർത്താവ് നമ്മളെ മെച്യൂരിറ്റിയിലേക്ക് നടത്തുമ്പോൾ പരീക്ഷിക്കും. അബ്രഹാമിനെ ദൈവം അവസാന സമയങ്ങളിലാണ് പരീക്ഷിച്ചേ. ആമേ സ്തോത്രം. എന്താണ് നമുക്കറിയാമല്ലോ, ഇയ്യോബിനെ ദൈവം പരീക്ഷിച്ചു. എന്നാൽ പത്രോസിന്റെ കാര്യം വന്നപ്പോൾ കൊടുത്തില്ല. കാരണം നമ്മളിൽ പലരും ഇങ്ങനെ ഇരിക്കാൻ കാരണം നമ്മൾ പറയുന്നില്ല, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവനെ അനുഗ്രഹിച്ചു, 2014 പാസ്റ്റർ എനിക്കൊരു അനുഗ്രഹത്തിന്റെ വർഷമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് തെറ്റൊന്നുമില്ല, ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നാൽ അത് മാത്രമേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒന്ന് ശോധന തന്നാൽ നമ്മൾ ചിലപ്പം ഈ വിശ്വാസം തന്നെ ഇട്ടിട്ട് പോകാൻ സാധ്യതയുണ്ട്. അതാണ് അവിടെ യേശു പറയുന്നതിൻ്റെ ഉദാഹരണം. പക്ഷെ പിന്നീട് പത്രോസ് മെച്യൂരിറ്റിയിലേക്ക് വന്നു എന്നത് നമുക്ക് പിന്നീട് വായിക്കുമ്പോൾ. അതുകൊണ്ട് പത്രോസ് തൻ്റെ ലേഖനം എഴുതിയപ്പം ഭയങ്കര കഷ്ടമെങ്കിലും സഭയോട് പറഞ്ഞത് ഇതൊക്കെ ഉള്ളതാണ്, ഇതില്ലെന്ന് ആരാണ് പറഞ്ഞത്? അഗ്നിശോധനയെ കൂടി കടന്നു പോകേണ്ടി വരും എന്നൊക്കെയാണ് പത്രോസ് പറഞ്ഞത്. ഭയങ്കര കഠിനമായിട്ട് അങ്ങ് പ്രസംഗിക്കുക. ആ നിലവാരത്തിലേക്ക് പത്രോസ് വളർന്നു പിന്നീട്. എന്ന് പറഞ്ഞാൽ ദൈവം തീർച്ചയായിട്ടും പത്രോസിനെയും അങ്ങനെയുള്ള കാര്യത്തിൽ കൂടെ ഒക്കെ ഭയങ്കര അടി കൊള്ളേണ്ടി വന്നു. ജയിലിൽ പോയി കിടന്ന് അവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവിടെ കിടന്ന് ഉറങ്ങുന്നു. നിങ്ങളെക്കാടി കൂടുതൽ ഞങ്ങൾ ദൈവത്തെ അല്ല പേടിക്കണ്ടേ, ഇങ്ങനെ പറയുന്ന നിലവാരത്തിലേക്ക് പത്രോസ് പിന്നെ വളർന്നു. ദൈവമക്കളെ, ഞാൻ ഈ 2024 ഡിസംബർ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഇത്രയും അനുഗ്രഹം പ്രാപിച്ചു എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് കുറച്ചുകൂടി നിങ്ങളോട് പറയാനുള്ളത്, ഇന്നിന്ന കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്നിട്ടും എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ആ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച ആ വിഷയത്തിൽ വ്യക്തമായ മാനുഷികമായ ഒരു പരിഹാരം എനിക്ക് ലഭിച്ചില്ലെങ്കിലും എനിക്ക് ലഭിക്കേണ്ട പരിഹാരം കർത്താവ് തന്നു. എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ കൃപ ബലഹീനതകളിൽ തികഞ്ഞു വരുന്നു. എനിക്കറിയില്ല ഈ ഭാഗങ്ങളെ നിങ്ങളിൽ ഭൂരിപക്ഷം ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും.
ഈ ഭാഗത്തെ എൻജോയ് ചെയ്യുന്ന ഒരു ക്രിസ്തീയ ജീവിതമാണ് മെച്യൂരിറ്റി ഉള്ള ഒരു ക്രിസ്തീയ ജീവിതം, പക്വതയുള്ള ഒരു ക്രിസ്തീയ ജീവിതം. ഈ ജീവിതത്തിലേക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഞാൻ എപ്പോഴും പറയാറുള്ളത് ഒന്നുകൂടെ പറയട്ടെ, ക്രിസ്തീയ ജീവിതം എപ്പോഴും അനുഗ്രഹത്തിൻ്റെ ഉയർച്ചയുടെ ജീവിതമാണെന്ന് ബൈബിൾ നമ്മളോട് പറഞ്ഞിട്ടേയില്ല. നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. അങ്ങനെ ആരെങ്കിലും ചിന്തിച്ച് നിരാശയിലോ വിഷമത്തിലോ ആയിരിക്കുന്നെങ്കിൽ ബൈബിൾ അങ്ങനെ ഒരു ഓഫർ തന്നിട്ടില്ല. ആരോ ബൈബിൾ അറിയാതെ പ്രസംഗിച്ചത് നിങ്ങളുടെ ഹൃദയത്തിൽ വന്നതാ, അല്ലെങ്കിൽ ആ സമയത്ത് അദ്ദേഹം പ്രസംഗിച്ച വഴിയിൽ തെറ്റി കേട്ടുപോയതാണ് നിങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം തെറ്റായി അറിയാതെ പറഞ്ഞു പോയതായിരിക്കാം. ബൈബിൾ വെളിപ്പെടുത്തുന്ന ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ശോധനകൾ ഉള്ളതാണ്. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ വരുന്നില്ലായിരിക്കാം. ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മുടെ കുടുംബം പോകുന്നില്ലായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മുടെ ഭാവി പോകുന്നില്ലായിരിക്കാം. ചിലപ്പോൾ നമ്മൾ കൂടെ പഠിച്ച നമ്മുടെ സ്തോത്ര കൂട്ടുകാർ നല്ല നിലയിലേക്ക് പോയപ്പം നമ്മളെ ഒന്ന് പിടിച്ചിട്ടു, വല്ലാതെ നമ്മൾ അവിടെ തകർന്നുപോയി. ചിലപ്പോൾ ആ തകർച്ചയായിരിക്കാം തേജസ്സിന്റെ അധിക ഘനത്തോടെ കിട്ടുവാൻ ദൈവം ഉപയോഗിക്കുന്ന മനോഹര വഴി. നമ്മൾ വീണുവെന്നും തകർന്നുവെന്നും ചോദിക്കുന്ന ആ ദിവസങ്ങളുണ്ടല്ലോ, അതായിരിക്കാം കർത്താവ് നമ്മളെ പണിയാൻ ഉപയോഗിച്ച ഒരു ടേണിംഗ് പോയിന്റ്. നമുക്കറിയത്തില്ല. അത് മനസ്സിലാക്കുന്ന ഭക്തിയുള്ള ദൈവമക്കളാകുവാൻ ദൈവം നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ. കർത്താവിൻ്റെ ക്രൂശ് മരണമാണ് നമ്മുടെ വിജയം. അതല്ലേ കൊലോസ്യ ലേഖനം പറഞ്ഞത്? സ്തോത്രം, സ്തോത്രം. എന്താണ്? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ട് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാൻ കഴിയുന്ന വേദനകളിൽ കൂടി യേശു കടന്നുപോയത് ഭയങ്കര വിജയമായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് ദേമാസിന് പറ്റിയ പരാജയം നമ്മുടെ ലൈഫിൽ വരാതെ, ഈ പ്രസംഗം അല്ലെങ്കിൽ ഈ ചിന്തകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും ഇങ്ങനെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊന്നും വെറുതെ സംഭവിച്ചതല്ല എന്ന് മനസ്സിലാക്കി ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ കൂടി നിഗളിക്കാതെ, ജഡമുയരാതെ, ദൈവം നമ്മളെ തകർത്ത് കളയുന്ന ചില അനുഭവങ്ങളിൽ കൂടി ഒരുപക്ഷെ നമ്മൾ പോകുന്നെങ്കിൽ നന്ദി പറയണം ദൈവത്തിന്. ഒരുപക്ഷെ നമ്മൾ മറ്റുള്ളവരോട് ചിരിക്കുകയായിരിക്കാം, മറ്റുള്ളവരുടെ മുന്നിൽ സന്തോഷിക്കുകയായിരിക്കാം, മറ്റുള്ളവരോട് ഇതൊന്നും നമ്മൾ പ്രകടിപ്പിക്കുന്നില്ലായിരിക്കും. നമ്മുടെ അകത്ത് ചിലപ്പം സ്ട്രെസ്സോടെ, അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്ന ലോകപ്രകാരമുള്ളതല്ല, ഒരു വലിയ ഒരു എന്താണ് നെടുവീർപ്പോടെ നമ്മൾ ചിലപ്പോൾ ആയിരിക്കുന്നതായിരിക്കാം. ഹന്നയെ പോലെ പാസ്റ്റർമാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, വ്യാഖ്യാനിച്ചു കൊടുക്കാൻ കഴിയാത്ത അനുഭവങ്ങളിൽ കൂടി നമ്മളായിരിക്കുന്നതായിരിക്കാം. പക്ഷേ അതെല്ലാം ദൈവത്തിൻ്റെ മഹത്വം ഒരു ശമൂവേലിൽ കൂടി വെളിപ്പെടുത്താനുള്ള ദൈവിക പദ്ധതികളാണ്. ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നില്ല. കർത്താവ് നമ്മളെ കൈവിട്ടിട്ടേയില്ല. പിശാച് കള്ളത്തരം പറയും, നീ ദൈവപുത്രനാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറയും. പക്ഷെ അതിലൊന്നും നമ്മൾ വീടരുതേ. പിശാച് പരീക്ഷിക്കാൻ വേണ്ടി ചാടാൻ പറയും, നിനക്ക് രക്ഷപ്പെടാന്ന് പറയും. അങ്ങനെ ചാടി നമുക്ക് രക്ഷപ്പെടണ്ട. അങ്ങനെയുള്ളൊരു ദൂതന്റെ കൈപിടുത്തം നമുക്ക് വേണ്ട. ദൈവത്തെ പരീക്ഷിച്ചുകൊണ്ട് നമുക്കൊരു വിടുതൽ വേണ്ട. അങ്ങനെ ഒരു ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തണ്ട. പോസാത്താൻ എന്ന് പറയാൻ ദൈവാധികാരം തരുന്ന സമയം വരും, അവൻ ഓടിപ്പിക്കുള്ളൂ. ദൂതന്മാരെ നമ്മളെ ബലപ്പെടുത്താൻ ദൈവം വിടുന്നൊരു ദിവസമുണ്ട്. ആ സാന്നിധ്യത്തിന്റെ നിറവിൽ ദൈവം നിർത്തുവാനും അതിലുപരിയായി മഹത്വത്തോടെ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, കൊലോസ്യ ലേഖനത്തിന്റെ സ്ഥാനത്തിൽ പറഞ്ഞാൽ, നിങ്ങളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ വെറുതെ വെളിപ്പെടുന്നില്ല, തേജസ്സിൽ വെളിപ്പെടും. വാക്കിനൊക്കെ ഭയങ്കര അർത്ഥമുണ്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. സ്തോത്രം, സ്തോത്രം. വിവിധ നക്ഷത്രങ്ങളെ തേജസ് വേറെ എന്നൊക്കെ പറഞ്ഞതുപോലെ ഭയങ്കരമായ തേജസ്സോടെ, ഒരുപക്ഷെ കഷ്ടിച്ച് അങ്ങ് എത്തപ്പെട്ടവരുടെ ജീവിതവും നമ്മുടെ ജീവിതമൊക്കെ ഭയങ്കരമായ വ്യത്യാസമാണ്. ഇതൊക്കെ ഭയങ്കര മഹത്വമാണ്. മനോഹരമായ ദൈവത്തിന്റെ പദ്ധതികൾ നമുക്കായി കാത്തിരിക്കുന്നു. കർത്താവിനോട് കൂടെയുള്ള വാസമാണ് ഏറ്റവും വലിയ കാര്യം. സ്തോത്രം. എന്നാൽ തേജസ്സിനും എന്തൊക്കെയോ മാന്യത സ്വർഗത്തിലുണ്ട് എന്നത് വാസ്തവമായ സത്യമാണ്. നമുക്ക് ഭാവിക്കായി ജീവിക്കാം, വരും കാലങ്ങൾക്ക് വേണ്ടി നമുക്ക് ജീവിക്കാം. അതിന് കേവലം 100 വർഷമോ 90 വർഷമോ ഉള്ള ഈ ജീവിതമാണ് ദൈവം വച്ചിരിക്കുന്നത്. സ്തോത്രം. അത് മനോഹരമായി കർത്താവിന്റെ നാമത്തിനായി ഉപയോഗിക്കാം. കംഫർട്ട് സോണിലേക്ക് ദേമാസ് ഓടിപ്പോയി, എന്നാൽ ലൂക്കോസുമാർ പൗലോസിനോടൊപ്പം നിൽക്കുന്നു. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്ന ആ ഭാഗങ്ങളും നിങ്ങളോളം എത്തിയെന്ന് വിശ്വസിക്കുകയാണ്. സ്തോത്രം. അടുത്ത ഭാഗം 15-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ലവോദിക്കയിലെ സഹോദരന്മാർക്കും നുംഫയ്ക്കും അവളുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചൊല്ലുവിൻ. ആമേൻ. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിച്ചത്. 15-ാമത്തെ വാക്യം, ലവോദിക്കയിലെ സഹോദരന്മാർക്കും നുംഫയ്ക്കും അവളുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചൊല്ലുവിൻ.
ലവോദിക്ക സഭയെ പറ്റി ഞാൻ പലപ്പോഴും പറഞ്ഞല്ലോ, നമ്മൾ ഓൾറെഡി കർത്താവിൻ്റെ ദാസന് അത് കേട്ടതുമാണ്. സ്തോത്രം. കാരണം ലവോദിക്ക സഭ എന്ന് പറയുന്നത് കൊലോസിയ സഭയുടെ ആ സ്ഥലത്തെ അടുത്തുള്ള ഒരു കൂട്ടായ്മയായിരുന്നു. സ്തോത്രം. അവിടുത്തെ സഭയ്ക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ള ചരിത്രമെല്ലാം നമ്മൾ ഒത്തിരി വട്ടം കേട്ട് കഴിഞ്ഞതാണ്. സ്തോത്രം. ഈ ലേഖനം അവിടെയും വായിച്ച് കേൾപ്പിക്കണമെന്നത് കർത്താവിൻ്റെ ദാസനായ എപ്പഫ്രാസിന്റെ ഭാരമായിരുന്നു, പൗലൂസിന്റെയും ആഗ്രഹമായിരുന്നു. സ്തോത്രം. തീർച്ചയായിട്ടും തീക്കോസ് സ്തോത്രം ഇത് അവിടെയും സ്തോത്രം കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. കാരണം അദ്ദേഹം ഒരു വിശ്വസ്തനായ ദൈവത്തിന്റെ ദാസനായിരുന്നു. സ്തോത്രം. അപ്പോൾ ലവോദിക്ക സഭയെപ്പറ്റി അവിടെയും വായിച്ച് കേൾപ്പിക്കണമെന്ന് പറയുന്നു. പിന്നീട് പറയുന്നത് എന്താണ്, സോറി, അവർക്കും നുംഫയുടെ അവളുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചൊല്ലുവിൻ. ഈ നുംഫ എന്ന് പറയുന്നത് ഒരു പെണ്ണാണെന്ന് പറയുന്നവരുണ്ട്, ആണെന്ന്. ഇവിടെ നമ്മൾ അവൾക്കെന്നാണ് വായിക്കുന്നത്. സ്തോത്രം. എന്നാൽ ചില തർജിമകളിൽ അത് അവനെന്ന് പറയുന്ന ഭാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. എന്നാൽ അത് ഗ്രീക്കിൽ അതിനുപയോഗിച്ചിരിക്കുന്നത് രണ്ടിനും ഉപയോഗിക്കാൻ കഴിയുന്ന വാക്കാണ്. സ്തോത്രം. അവനെന്നും അവളെന്നും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണുള്ള ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്തോത്രം. അത് നമ്മുടെ ഒരു വലിയ വിഷയമല്ല. സ്തോത്രം. അത് ഞാനാകട്ടെ പെണ്ണാകട്ടെ, സ്തോത്രം, പോലൊക്കെ മലയാളം പോലെ തന്നെ ചിന്തിക്കാം. സ്തോത്രം. എന്താണ്, ലവോദിക്കയിലുള്ള സഹോദരന്മാർക്കും നുംഫയ്ക്കും അവളുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചൊല്ലി എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നമുക്കറിയാമല്ലോ, നമ്മൾ കേട്ടിട്ടുണ്ട്, വീടുകളിലായിരുന്നു കൂടുതൽ സഭകൾ അന്ന് നടന്നുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്കറിയാം, ഞാനത് പറയുമ്പോൾ വിഷമം തോന്നരുത്, ഇന്ന് സഭകൾ കെട്ടിപ്പൊക്കി, ഓക്കെ, നമുക്ക് ദൈവം ഒരു നല്ലൊരു സഭാഹോള് തരുന്നത് പാപമൊന്നുമല്ല. എന്നാൽ ചില ആളുകൾ സഭാഹോള് പണിത് തീരുന്നില്ല. അവരിഞ്ഞ് അടുത്ത കമ്മിറ്റി വരുമ്പോൾ ചിന്തിക്കുന്നത്, ഈ വർഷം ഇതിനെ എനിക്ക് എങ്ങനെ പൊളിച്ചു പണിയാന്ന. ഉള്ള പൈസ മുഴുവൻ സഭാഹോളിനകത്തിറക്കിയ വെളിയിലിറക്കുന്നില്ല. നിങ്ങൾ അങ്ങനെയുള്ള സഭയിലായിരിക്കത്തില്ല, പക്ഷേ ഇതിനകത്തിരിക്കുന്ന ചിലരെങ്കിലും അങ്ങനെയുള്ള കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ടൈലിന് കളറ് ലൈറ്റുമായിട്ട് കുഴപ്പമാണ്, ഈ AC ക്ക് അത്രയും തണുക്കുന്നില്ല, നമുക്ക് വേറൊരു AC വയ്ക്കാം. ഞാൻ AC വയ്ക്കുന്നതിനൊന്നും എതിരൊന്നുമല്ല. സ്തോത്രം. അതൊക്കെ നടക്കട്ടെ, അതെല്ലാം മനോഹരമായിട്ട് ചെയ്തട്ടെ. പക്ഷെ ജീവിതകാലം മുഴുവൻ ഈ സഭ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരികയാണെങ്കിൽ ഇങ്ങനെ പറയേണ്ടി വരും, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിച്ചു പോകുന്ന കാലം വരും. സ്തോത്രം. ഇതൊന്നും നിലനിൽക്കത്തില്ല. ഇതൊന്നും കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയത്തില്ല. ഒരു സ്ഥലത്തൊരു സഭ തുടങ്ങാൻ ദൈവാലയം ആവശ്യമാണോ? തീർച്ചയായിട്ടും അത് പണിത് കൊടുക്കണം. അത് അത്യാവശ്യമുള്ള സ്ഥലങ്ങളുണ്ട്, അത് അത്യാവശ്യമുള്ള ദേശങ്ങളുണ്ട്, പണിത് കൊടുക്കണം. അതിനുള്ള സ്പോൺസർമാരെ ദൈവം നിങ്ങളുടെ മനസ്സിൽ തന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അത് ചെയ്യണം. അതിൽ ഒരിക്കലും പുറകോട്ട് പോകരുത്. ദൈവാത്മാവ ഭാരത്തോടെ നിങ്ങൾ നിർത്തിയെങ്കിൽ കൊടുത്താട്ടെ. ആയിരക്കണക്കിന് ഗ്രാമങ്ങളിൽ സഭകൾ ഉണ്ടാകാൻ വേണ്ടി ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കുറച്ച് വസ്തു മേടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ കൊടുത്താട്ടെ, ചെയ്താട്ടെ, ഒരു തെറ്റുമില്ല. എന്നാൽ ഈ ഉള്ള സഭയിൽ ഇവിടെ നോക്കിയേ, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താണ്? അവളുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചെയ്യുവിൻ. നമുക്ക് ഫിലമോന്റെ ലേഖനത്തിൽ ഫിലമോന്റെ വീട്ടിൽ സഭയിലെ അവർക്ക് വന്ദനം. ഞാൻ വേറൊരു കാര്യം ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയതും കൂടെ ഞാൻ പറയാം. ഒരു വീട്ടിൽ പ്രാർത്ഥന നടത്തുന്നത് ആ വീട്ടുകാർ എന്ത് ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കാം അല്ലെ? ചില ആളുകളുണ്ടല്ലോ, ഞാൻ ഇവിടെ ഗ്രാമത്തിലും വീട്ടിലാണ് പ്രാർത്ഥന നടത്തുന്നത്. അപ്പം ഇവിടുത്തെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ അതാ പറഞ്ഞത്, നമ്മൾ ചിലപ്പോൾ ഇവിടുത്തുകാരെ കുറ്റം പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്കൊരിക്കലും മലയാളികൾ കാണാൻ കഴിയാത്ത ഒത്തിരി ഗുണങ്ങൾ ഞാൻ ഇവർ കണ്ടിട്ടുണ്ട്. സ്വത്രം. ഞാനൊരു കൊച്ചൊരു സാക്ഷ്യം പറഞ്ഞാൽ, ഞാൻ ഈ UP-യിലേക്ക് വന്നപ്പോൾ പ്രാർത്ഥന തുടങ്ങിയത് വിനോദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ കുടുംബത്തിലാണ്. ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞതാണ്, കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹം, ഞാൻ വന്ന് 8ാമത്തെ മാസം, സത്യത്തിൽ അദ്ദേഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ UP-യിലേക്ക് ജാർഖണ്ഡിൽ നിന്ന് മാറിയത്. അവിടുത്തെ പ്രവർത്തനം അവിടുത്തെ വിശ്വാസി ഏൽപ്പിച്ചിട്ട് ഞാൻ ഇവിടേക്ക് മാറിയത്. ആ വിനോദ് എന്ന് പറയുന്ന ദൈവദാസന്, ആ സഹോദരൻ ഒത്തിരി സ്ഥലത്തേക്ക് എന്നെ കൊണ്ടു. അദ്ദേഹത്തിന് പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല, പക്ഷെ അദ്ദേഹം സുവിശേഷം പറയണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളൊരു മനുഷ്യനാണ്. ഞാൻ വന്ന 8ാമത്തെ മാസം അദ്ദേഹം അറ്റാക്ക് വന്ന് മരിച്ചുപോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ വാരണാസി ഹോസ്പിറ്റലിൽ തകർന്ന് മനസ്സുകൊണ്ടൊരു പാഷാണെങ്കിലും ഞാനങ്ങ് വല്ലാതായിപ്പോയി. ആ വൈഫ്, അവരുടെ ഭാര്യ, സഹോദരിയോട് എന്ത് പറയുമെന്ന് എനിക്കറിയത്തില്ല. ആ കൂട്ടുകുടുംബമാണ്. ആ കൂട്ടുകുടുംബത്തിൽ ഏകനായ വിശ്വാസത്തിൽ വന്ന മനുഷ്യൻ ഒറ്റയ്ക്ക് വന്നു. അവർ നിമിത്തം ആ സ്ഥലത്ത്, ആ ഗ്രാമത്തിലൊരു പ്രാർത്ഥന തുടങ്ങുകയാണ്. ഞാൻ ആ കുടുംബത്തിലെ വ്യക്തി മരിച്ചുപോയി, കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെട്ടു. അത് മുഖാന്തരം ഭയങ്കര വിഷയങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ പ്രവർത്തനം എല്ലാം തീർന്നു. ഞാൻ പിന്നെ കുറച്ചാൾ പ്രാർത്ഥന ഒന്നും നടത്തി, എനിക്കറിയാം അവിടെ പ്രാർത്ഥന എന്തായാലും നടത്താൻ പറ്റത്തില്ലല്ലോ. ഞാൻ ഇങ്ങനെ കുറച്ച് നാൾ പ്രാർത്ഥനയൊക്കെ നിർത്തിവെച്ചു. ഞാൻ പിന്നെ ഇങ്ങനെ, അപ്പോൾ വേറെ വിശ്വാസത്തിലൊക്കെ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? ഞാൻ പിന്നെ എവിടെ പോയി പ്രാർത്ഥിക്കുക? ആരെങ്കിലും വീട് തരണ്ടേ? എല്ലാവർക്കും പ്രാർത്ഥന നടത്തണം, പക്ഷെ വീടാരും തരുന്നില്ല. ആർക്കും വീട് തരാൻ താല്പര്യമില്ല. കാരണം വീട്ടിൽ പോയാൽ നമ്മൾ കൊച്ചുങ്ങളിൽ ചെന്ന് ചിലപ്പോൾ ഭിത്തി വരച്ചു വയ്ക്കും, ചിലപ്പോൾ അവിടുത്തെ ഷീറ്റ് എടുത്ത് വരച്ച് ഇവരെല്ലാം കൂടെ ഓടി വീട്ടിനകത്ത് കയറിപ്പോവും. ഇതെല്ലാം ബുദ്ധിമുട്ടല്ലേ? പക്ഷെ എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്,
ഈ വിനോദിന്റെ ഭാര്യ, വിനോദ് സാറിന്റെ ഭാര്യ സാർജി, അവരുടെ സാറെന്നാണ് വിളിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ല, അവരങ്ങനെ അങ്ങ് വിളിക്കുന്നത്. സാർജിയ എന്തുകൊണ്ടാണ് വരാത്തെ, നമുക്ക് കുറച്ച് മാസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ അവര് വളരെ തകർച്ചയിൽ കൂടി കടന്നുപോയി. വരണം. ഇപ്പം ഞാൻ ചെല്ലുന്നതിന് മുമ്പേ പായിട്ട് അവിടെ കാത്തിരിക്കുക. സ്വത്രം നുംബയിലെ വീട്ടിലുള്ള സഭയ്ക്കും വന്ദനം ചെയ്യുവിൻ. എത്രയോ ആളുകൾ ഇങ്ങനെ പ്രയോജനപ്പെട്ടത് കൊണ്ട് വേറെ എത്രയോ പേർ സത്യസുവിശേഷം കേൾക്കാനിടയായി തീർന്നത്. ദൈവമക്കളെ, നമ്മുടെ വീട്ടിൽ അഴുക്ക് പറ്റുമെന്നും അവരെല്ലാം കൂടെ പ്രാർത്ഥനയ്ക്ക് വന്നാൽ അടുക്കളയിലൊക്കെ വന്നിട്ട് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ മേടിച്ചെന്നറിയുമെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എൻ്റെ സോഫ ഞാൻ 10,000 രൂപ അല്ലെങ്കിൽ 25,000 കൊടുത്ത് മേടിച്ചു, അതിനകത്ത് ആ കൊച്ചു വന്നെങ്കിൽ ഇരുന്നു. ഞാനിതൊക്കെ കഠിനമായി പറയേണ്ട ഒരു വാക്കുകളാണ് ഇതിനൊക്കെ മറുപടി. എന്നാൽ ആ സോഫ അങ്ങ് വിൽക്കുക. സോഫയാണ് പ്രാർത്ഥന നടത്തുന്ന സ്ഥലത്തുമെങ്കിൽ അതങ്ങ് വിൽക്കുക, അല്ലെങ്കിൽ കത്തിച്ചു കളാം. ദൈവമക്കളെ, കർത്താവിന്റെ ദാസനായ പൗലോസ് എന്താ പറയുന്നേ? നുംബയിലെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചെയ്യുവിൻ. നമ്മുടെ വീടുകൾ പ്രാർത്ഥന കൂട്ടായ്മകളായി സ്വാതന്ത്ര്യത്തോടെ നടത്താൻ സ്ഥലമുള്ള ഏരിയയിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ഒരാളെയെങ്കിലും വിളിച്ചിരുത്തി പ്രാർത്ഥിക്കുന്ന. ഇത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. നമ്മുടെ പ്രൈവസി മുഴുവൻ പോവും. നമ്മുടെ വീട്ടിൽ രഹസ്യമായി വെക്കുന്ന ഒരു സ്ഥലം കാണത്തില്ല. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് സാമ്പത്തികമൊക്കെ കട്ടുകൊണ്ട് പോകും ആളുകൾ. വീട്ടിൽ പ്രാർത്ഥന വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ തുറന്നു കൊടുത്താൽ. ഇപ്പം നമുക്കിങ്ങനെ മാസ്റ്റർ ബെഡ്റൂം, ഇതെൻ്റെ മാസ്റ്റർ ബെഡ്റൂം, ചില ആളുകളുടെ ബെഡ്റൂമിൽ വേറെ ആളെ കയറ്റത്തില്ല. അപ്പം നമ്മുടെ ഒരു സംസ്കാരം അനുസരിച്ച് അത് ശരിയാണെന്ന് വെച്ചോ, അത് പാപമൊന്നുമല്ല. പക്ഷെ ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നിരന്തരം പ്രാർത്ഥന വെച്ചാൽ കുഞ്ഞുങ്ങൾ, ഈ കുറച്ച് കുഞ്ഞുങ്ങളുണ്ടല്ലോ, പുതിയത് കാണാനുള്ള ആഗ്രഹം, അവർ തുറന്നങ്ങ് പോകും. നമ്മൾ ചിലപ്പോൾ പോകുന്നതിൻ്റെ പുറകെ അവർ ചിലപ്പോൾ അവർ ചിലപ്പോൾ അലമാരിയൊക്കെ തുറന്ന് അരിയിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകും. ദൈവമക്കളെ, ഞാനിതൊക്കെ പറയുന്നത് പ്രസംഗത്തിൽ പറയുന്നത് വേദന തോന്നരുത്. ഇങ്ങനെയുള്ള ചില ആളുകൾ ദൈവത്തിനു വേണ്ടി നിന്നാലേ ദൈവരാജ്യത്തിന്റെ വ്യാപ്തി കാണും. അതിനോട് ഒരു പ്രത്യേക സഭ വരണം, എപ്പോഴും ഉണ്ടാകണമെന്നില്ല. എന്നാൽ ദൈവം നിങ്ങളെ ഒരു സഹോദരിമാരുടെ കൂട്ടായ്മ നടത്താൻ പാസ്റ്റർ അനുവാദത്തോടു കൂടി, ഞങ്ങൾ ഈ അടുത്തുള്ള പാസ്റ്റർ വിശ്വാസികളെല്ലാം കൂടെ ഞങ്ങൾക്ക് കമ്പിട്ടിരുന്നത് പാസ്റ്റർ സമയം ഉണ്ടെങ്കിൽ വന്നാട്ടെ, ഒരമ്മാമ അങ്ങനെ തയ്യാറായാൽ ചിലപ്പോൾ തകർന്നിരിക്കുന്ന ഒരു വിശ്വാസിക്ക്, ചിലപ്പോൾ നിങ്ങളുടെ അയലത്ത് വിശ്വാസം ഇല്ലാത്ത ഒരു വ്യക്തി ചിലപ്പം എല്ലാ ദിവസവും ചൊവ്വാഴ്ച പ്രാർത്ഥന നടക്കുന്നു, എല്ലാ ദിവസവും ബുധനാഴ്ച പ്രാർത്ഥന നടക്കുന്നു, എല്ലാ ദിവസവും വ്യാഴാഴ്ച പ്രാർത്ഥന നടക്കുന്നു. ചില ആളുകൾക്ക് പാസ്റ്റർമാർ പറയും ഈ ആഴ്ച ഇവിടെ അങ്ങനെ സിസ്റ്റം ഒന്നുമില്ല. ഞാൻ കേരളത്തിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഈ ആഴ്ച ആരെങ്കിലും കോട്ടേജ് മീറ്റിംഗ്, ഒരു ശബ്ദമില്ല. സ്വർഗത്തിൽ മൗനം എന്ന് പറഞ്ഞതുപോലെ കോട്ടേജ് മീറ്റിങ്ങിന്. കാരണം ചില ആളുകൾക്ക് റൊട്ടി കൊടുക്കുന്നതോ അല്ലെങ്കിൽ ബ്രെഡ് കൊടുക്കുന്നതോ ഒക്കെ ബുദ്ധിമുട്ട്. ചിലർക്ക് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ വീട് അഴുക്കാവും. ഞങ്ങൾ തുടച്ച്, എന്താണ് ഇപ്പോൾ പുതിയ സിസ്റ്റം വന്നിട്ടുണ്ടല്ലോ, അതൊക്കെ വെച്ച് തുടച്ചിട്ടിരിക്കുന്നതാണ്. സ്തോത്രം. ഇതെല്ലാം കുഴപ്പമാകും. എൻ്റെ ബെഡ്ഷീറ്റ് എല്ലാം അങ്ങോട്ടാവും ഇങ്ങോട്ടാവും. പിന്നെ ഞങ്ങളുടെ കുറച്ച് രഹസ്യങ്ങളൊക്കെ അവരറിയും. പിന്നെ ഇത് ഇവിടുന്ന് മേടിച്ചാന്നൊക്കെ ചോദിക്കും. ഇതെല്ലാം സത്യം പറയണം. പിന്നെ 10 കള്ളം പറയേണ്ടി വരും. പിന്നെ കർത്തൃമേശയ്ക്ക് ക്ഷമ വയ്ക്കേണ്ടി വരും. ഞാൻ പറയട്ടെ, അങ്ങനെയൊക്കെ കള്ളം പറയാൻ എന്തെങ്കിലും കൊണ്ട് അതൊക്കെ അങ്ങ് വിൽക്കുക, OLX കൊടുക്ക്, എന്നിട്ട് പ്രാർത്ഥന വയ്ക്കുക വീട്ടിൽ. സ്തോത്രം. പഴയ നിയമ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആദിമ കാലഘട്ടങ്ങളിൽ അങ്ങനെയുള്ള ഭക്തന്മാർ ഉള്ളത് കൊണ്ടാണ് സ്തോത്രം, ആമേ സ്തോത്രം, സഭകൾ ഇത്രത്തോളം വളരാനിടയായി തീർന്നത്. സ്തോത്രം. വീട്ടിലെ സഭയ്ക്കും വന്ദനം ചെയ്യുകയും. സ്തോത്രം. എന്നിട്ട് അടുത്ത പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലവോദിക്കയിലെ സഭയിൽ കൂടി വായിപ്പിക്കുകയും. ലവോദിക്ക എന്നുള്ളത് ആമേ നിങ്ങളും ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ചില ആളുകൾ ചിന്തിക്കാറുണ്ട്, അങ്ങനെയാണെങ്കിൽ ലവോദിക്കയിലെ സഭയിലെ ലെറ്റർക്ക് നമുക്ക് കാണാനില്ലല്ലോ. ചില ആളുകൾക്ക് ഇതൊക്കെയാണ് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ പാസ്റ്റർ, ലവോദിക്കയിലെ സഭയിലെ ലെറ്റർ അവിടെ പോയി. ലെറ്റർ അവിടെ പോയെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല, അതിവിടെ എഴുതിയിട്ടില്ല. അത് നമുക്ക് ദൈവത്തിന്റെ പ്രവർത്തിക്കായിട്ട് ഭാവിക്ക് വായിച്ചറിയാനുള്ളതല്ല. അത്രേ ഉള്ളൂ ഇതിന്റെ കാര്യം. അത് കാനോനിക്കലായി നമുക്ക് വേണ്ട കാര്യങ്ങളല്ല, അല്ലെങ്കിൽ ഓൾറെഡി മറ്റു ലേഖനങ്ങളിൽ ഉള്ളതാണ്. അത് ദൈവം ഉദ്ദേശിച്ചില്ല. ഇനി അത് വേറൊരു സ്ഥലത്ത് നിന്ന് കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് ഒരു പുതിയ പുസ്തകം വന്നു. തെസലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറഞ്ഞതുപോലെ, തെസലോനിക്ക ലേഖനത്തിൽ പൗലോസ് 2 തെസലോനിക്ക ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, 2 തെസലോനിക്ക ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ സ്തോത്രം 2-ാമത്തെ വാക്യം എന്ന് വായിച്ചാട്ടെ. 2 തെസലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത്. കണ്ടോ, അവിടെ പല പല ലേഖനങ്ങൾ സഭയിൽ വന്നു. അവർ മഹോദരവത്തെ കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങി, കഷ്ടങ്ങളെ കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പല ലേഖനങ്ങൾ വന്നു. അപ്പോൾ എവിടുന്നും ആരോണ്ട് എടുത്തോണ്ട് വന്നിട്ട് ഇതാണ് ലവോദിക്കയുടെ
ഞങ്ങൾക്ക് കിട്ടി. അത് നിങ്ങൾക്ക് കിട്ടിയില്ലേ? കുമ്രാൻ ചുരുളികളിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു അത്. അത് അന്നത്തെ ആളുകൾക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അവർക്കൊന്നും ആത്മീയമായിട്ട് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തു. ഇതാണ് അതിനകത്ത് പുതിയൊരു വെളിപ്പാടുണ്ട്. ആ വെളിപ്പാട് നമുക്ക് വേണ്ട. തോമസിന്റെ ഒരു സുവിശേഷമുണ്ട്, നമുക്ക് വേണം. ഇല്ല, അത് വേറെ ലേഖനമാണ്. അതുകൊണ്ടാണ് പൗലോസ് അത് തെസ്സലോനിക്ക ലേഖനത്തിൽ വിലക്കി. നമ്മളിപ്പോൾ വായിച്ചെടുത്ത് എന്താ പറഞ്ഞത്? സ്തോത്രം. അത് പിന്നെ കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്താലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിലുള്ളകെ ഞെട്ടിപ്പോകെ വരുന്നത്. കണ്ടോ, ഞെട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കും. ഇപ്പം വന്ന വെളിപ്പാടാണ്. ഇതിനകത്ത് കുറച്ച് കൂടുതൽ കാര്യങ്ങളുണ്ട്, കുറച്ച് കൂടുതൽ വെളിപ്പെടുത്തുന്നുണ്ട്. അത് അന്നത്തെ ആളുകൾക്ക് സെലക്ട് ചെയ്തപ്പോൾ തെറ്റുപറ്റിപ്പോയി. അത് അവർക്ക് അതിനുള്ള ജ്ഞാനമൊന്നുമില്ല. ഇവരെ ആരാണ് നിയന്ത്രിച്ചത്, ഇവർക്കാരാണ് അതിനുള്ള കൃപ കൊടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് പറയുമ്പോൾ ശരിയാണല്ലോ പക്ഷേ എന്നാൽ അതുകൂടെ പറഞ്ഞാട്ടെ, അതുകൂടെ കേൾക്കാം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ കാര്യങ്ങൾ അറിയണം. എന്നാൽ പിന്നെ അതിനകത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞാട്ടെ എന്നുള്ള രീതിയിൽ എഴുതിയെടുക്കും. അപ്പം നമ്മൾ കൊലോസ്യ ലേഖനത്തിലെ വാക്ക് ചിന്തിച്ചോണം. സ്തോത്രം. എന്താണ് നമ്മൾ അന്ന് വായിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ, എന്താണ് അവിടെ പറഞ്ഞത്? അവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. 2:8. സ്തോത്രം. അടുത്തത്, അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം ലോകത്തിന്റെ ആദിപാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണം ഉള്ളതല്ല. അത്ര ഓർത്താ മതി. സ്തോത്രം. ക്രിസ്തുവിൽ ആ വ്യക്തികൾ മനസ്സിലാക്കാനുള്ളത് എന്തോ അവിടെ കൊടുത്തു. അത് നമുക്ക് ഇന്ന് വന്നാൽ അത് അത് ആവശ്യമില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യം ദൈവാത്മാവ് കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മുടെ അടുക്കലേക്ക് വന്നില്ലേ. നമ്മളിപ്പോൾ ഈ കൊലോസ്യ ലേഖനം വായിച്ചപ്പോൾ തന്നെ നമ്മൾ കേട്ടല്ലോ, തിഹിക്കോസ് വന്നിട്ട്, ഒനോസിമോസ് വന്നിട്ട് കുറച്ച് കാര്യം കൂടെ പറയും. എന്താ അത് ലേഖനത്തിൽ എഴുതാഞ്ഞേ? അത് നമ്മൾ അറിയണ്ട. നമ്മൾ അറിയാത്തതിനെ അറിയാൻ വേണ്ടി ആഗ്രഹിക്കേണ്ട. ഓൾറെഡി ക്രിസ്തുവിനെ അറിയാൻ വെളിപ്പെടുത്തിയ ലേഖനങ്ങൾ എത്രയോ ആഴത്തിലുള്ളതാണ്. സ്തോത്രം. ഈ ലേഖനത്തിൽ ക്രിസ്തുവിനെ പൗലോസ് വെളിപ്പെടുത്തുന്ന ആഴങ്ങൾ മനസ്സിലാക്കിയാൽ ഈ ലേഖനം മാത്രം മതി നമുക്ക് കർത്താവിനെ കൂടുതൽ ആഴത്തിൽ അറിഞ്ഞവനെ സ്നേഹിക്കാൻ. സ്തോത്രം. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ലേഖനങ്ങൾ അതിയായ ആവശ്യമുള്ളതാണ്. സ്തോത്രം. എന്നാൽ ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ച് തീർന്ന ശേഷം ലവോദിക്കയിൽ കൂടി വായിക്കുകയും ലവോദിക്കയിലുള്ളത് നിങ്ങളും വായിക്കുകയും ചെയ്യുവിൻ. എന്താണ് പൗലോസ് പറയുന്നത്? നിങ്ങളിത് വായിച്ച് മുഴുവൻ കേൾക്കണം. ചില ആളുകൾ ബൈബിൾ വായിക്കുന്നത്, നമ്മുടെ കർത്താവ് ഇതൊക്കെ സാധാരണ നമ്മൾ പണ്ട് രക്ഷിക്കപ്പെട്ടപ്പോൾ കേട്ടു, ബൈബിൾ ഇങ്ങനെ തുറക്കും, ഇങ്ങനെ തുറന്നിട്ട് ഒരെണ്ണം വായിക്കും. പാസ്റ്റർ ചോദിക്കും, ഈ ആഴ്ച എല്ലാവരും ബൈബിൾ വായിച്ചായിരുന്നു? നമ്മൾ കൈവക്കും, വായിച്ചു. എന്നാൽ ഇവിടെ എന്താണ് പറയുന്നത്? പൗലോസ് പറയുന്നത്, ഈ ലേഖനം നിങ്ങൾ വായിച്ച് തീർന്ന ശേഷം എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനൊന്ന് വായിക്കുക, ഇത് മുഴുവനൊന്ന് പഠിക്കുക, ഈ മുഴുവനൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഇത് മുഴുവനായി ലഗാത്താറ് നിങ്ങളൊന്ന് വായിക്കുക. അങ്ങനെ വായിക്കണം എന്നുള്ള രീതിയിലാണ് പൗലോസിൻ്റെ ആഗ്രഹം. എന്നിട്ട് അവിടെയുള്ളതും നിങ്ങൾ വായിച്ചാട്ടെ. സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് തന്നിരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ ഷെയർ ചെയ്യാൻ, നമ്മൾ അറിഞ്ഞ ഈ സത്യത്തെ മറ്റുള്ളവർക്ക് കൈമാറാൻ ദൈവം നമ്മളെ ഈ തലമുറയെ സഹായിക്കട്ടെ. നമുക്ക് കിട്ടിയ ലേഖനങ്ങളെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് കൈമാറാൻ, ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ വീട്ടിലിരിക്കുക. ഇതൊന്ന് നമ്മുടെ ലൈഫ് കൊണ്ട് വെളിപ്പെടുത്താൻ നമ്മൾ ഇതിന് മുമ്പിൽ പഠിച്ചു. അത് വെളിപ്പെടുത്താൻ ദൈവം എന്ന അവസരത്തെ വെളിപ്പെടുത്തുമ്പോൾ നമ്മളൊരു പത്രമായി തീരുക, നമ്മളൊരു ലേഖനമായി തീരുക. നമ്മളൊരു പുതിയ ലേഖനം എഴുതുന്നില്ല, പക്ഷെ നമ്മുടെ ലൈഫ് ഒരു പുതിയ ലേഖനമായി മറ്റുള്ളവർ വായിക്കുകയാണ്. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തയക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ ലെറ്റർ ലവോദിക്കയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് പോലെ, അവിടുത്തെ ലെറ്റർ ഇവിടേക്ക് കൊടുക്കുന്നത് പോലെ നമ്മുടെ ലൈഫ് മറ്റുള്ളവർക്ക് വായിക്കാനുള്ള ഒരു 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 ജീവിതമായി കർത്താവിനെ നിർത്താൻ ആഗ്രഹമുണ്ട് എന്നത് നമുക്കിതിനകത്ത് സൈലൻ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യമാണ്. സ്തോത്രം. ഇനി ഒരു പുതിയ ലേഖനം വെളിപ്പെടുത്തി എനിക്ക് ദൈവം തന്നു എന്ന് പറഞ്ഞൊരു ലേഖനം തന്നാൽ അത് നമ്മൾ ഉൾക്കൊള്ളുകയേ വേണ്ട, അത് നമ്മൾ ഏൽക്കുകയേ വേണ്ട. ഈ ബൈബിളിനെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യൻ വ്യാഖ്യാന പുസ്തകം എഴുതിയ കുഴപ്പമില്ല, പക്ഷേ ഇനി ഒരു പുതിയ വെളിപ്പാട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വെളിപ്പാട് വേണ്ട. പക്ഷെ എഴുതപ്പെട്ട വചനത്തിൻ്റെ വെളിപ്പാടുകളായി ക്രിസ്തു പൂർണ്ണമായി വെളിപ്പെട്ടതുപോലെ അവൻ്റെ പ്രതിമകളായി ദൈവം നമ്മളെ നിർത്തുന്നു. കൊലോസ്യ സഭ ലവോദിക്ക സഭയ്ക്ക് ഒരു ലെറ്ററായി നിൽക്കട്ടെ. നമ്മുടെ സഭ, നമ്മുടെ തൊട്ടടുത്തുള്ള വേറൊരു സംഘടന സഭയുണ്ടല്ലോ, അവരുടെ മുന്നിലൊന്ന് മാതൃകയോടെ ജീവിച്ചിരുന്നെങ്കിൽ അവർ നമ്മളെ കണ്ട് ചിലത് പഠിച്ചേനെ. ഇപ്പം ഞങ്ങളെപ്പോലുള്ളവർ സഭാസി അന്തരീക്ഷം അറിഞ്ഞുകൂടാത്ത ചില ആളുകളൊക്കെ, വിശ്വാസികളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ, വേറെ ഒരു സഭയിൽ നമ്മളെ ഇവർ കൊണ്ടുപോയിട്ട് അവരെ കാണിച്ചു കൊടുക്കും. ഇവരെങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, ഇവരെങ്ങനെയാണ് പാട്ട് പാടുന്നത്, ഇവരെങ്ങനെയാണ് പ്രസംഗിക്കുമ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ വേറൊരു സഭയെ കൊണ്ടുപോകും, അവർ നമ്മുടെ അടുത്തും കൊണ്ടുവരും. പണ്ടുണ്ടായിരുന്നു, ഇപ്പം വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെയില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് കൊണ്ട് അവർ ചിലത് പഠിക്കട്ടെ.
അവരുടെ ലൈഫ് കൊണ്ട് നമ്മൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് കാണിക്കുന്നൊന്നുമല്ല. ഈ ലെറ്റർ നമ്മുടെ ലൈഫ് കൊണ്ട് വെളിപ്പെടുത്തുക, ക്രിസ്തുവിനെ നമ്മളിൽ കൂടി കൊലോസ് ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ വെളിപ്പെടുത്തുക. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താണ് അടുത്ത് പറഞ്ഞത്? ഒന്ന് വായിച്ചേട്ടെ 17. അർഹിപ്പോസിനോട് കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണം എന്ന് പറവീൻ. അതെ, അർഹിപ്പോസിനോട് കർത്താവിൽ സ്തോത്രം ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണമെന്ന് പറവീൻ. ഞാൻ ഈ ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അവൻ പിന്നീട് ഒരിക്കൽ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ക്രിസ്തു എന്തായിരുന്നു ഇതിലെന്ന് ഞാൻ പറഞ്ഞ് ഈ കൊലോസ്യ ലേഖനം അവസാനിപ്പിക്കാം. സ്തോത്രം. എന്നാൽ ഈ ഭാഗം മാത്രം പറഞ്ഞ് ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. ആമേൻ. കർത്താവിൻ്റെ ദാസൻ അവസാനം ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് പറയുകയാണ്, അർഹിപ്പോസിനോട് കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ ആമേൻ നോക്കണമെന്ന് പറയാൻ. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ദൈവം എന്തോ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചു. പക്ഷെ അദ്ദേഹം ഒന്ന് അലസനായി നടക്കുക. നിങ്ങൾ അവരോട് പറയണം. അത് സഭയോട് പറയുകയാണ് കേട്ടോ. സഭയുടെ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് പറഞ്ഞ് തീക്കോസിനോട് പറഞ്ഞു വിടുകയല്ല, സഭയോട് പറയുക, പേരെടുത്ത് പറയുക. ചിലപ്പോൾ സഭായോഗത്തിനൊക്കെ ഇടയ്ക്ക് പാസ്റ്റർമാർ പറയും, ജെയിംസേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് റെഡി ആയിക്കോണം. പാസ്റ്ററിന്റെ പേരെടുത്ത് എന്തിനാ പറഞ്ഞേ? അത് ആ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാ. അർഹിപ്പോസിന്റെ പേര് പറഞ്ഞിട്ട് പലരെയും പൗലോസിന് കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പം എനിക്ക് സ്വാതന്ത്ര്യമുള്ള ചിലരുണ്ട് എൻ്റെ സഭയിൽ തിരുത്താൻ. അവരുടെ പേര് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, അവർ നാളെ വരുത്തില്ല. എനിക്ക് ചില കൊച്ചുങ്ങളെ വഴക്ക് പറഞ്ഞാൽ അവരുടെ മാതാപിതാക്കൾ എന്നെ വന്ന് തിരിച്ച് ചോദിക്കത്തില്ലെന്ന് എനിക്ക് സ്വാതന്ത്ര്യമുള്ള ചില മാതാപിതാക്കൾ എനിക്കറിയാം. അവരുടെ കുഞ്ഞുങ്ങളെ ഞാൻ വഴക്ക് പറയും. എന്നാൽ ചിലരെ കുറിച്ച് നമ്മൾ മിണ്ടത്തില്ല. നമ്മുടെ അകത്ത് വേദന തോന്നിയാലും മക്കളെ മിണ്ടാതിരി മക്കളേനെ പറയൂ. എന്താ? അല്ലെങ്കിൽ ആ അമ്മയും അപ്പനും അമ്മയും പിന്നെ സഹായത്തിന് വരത്തില്ല എന്ന് പറഞ്ഞതുപോലെ അർഹിപ്പോസിന്റെ പേര് പറഞ്ഞതുകൊണ്ട് അവർ മാത്രം അവിടെ കുഴപ്പക്കാരെന്നല്ല. പക്ഷെ ഫിലമോന്റെ ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞപ്പോഴും പറഞ്ഞതുപോലെ ആ സ്ത്രീകളുടെ പേരുകൾ പറയുന്നു എന്ന് പറഞ്ഞതുപോലെ അവൻ സ്വാതന്ത്ര്യമുള്ളവർ, സ്നേഹം, പൗലോസിനുമായിട്ട് ബന്ധമുള്ളവർ, അല്ലെങ്കിൽ പൗലോസിനെ അറിയാം ഇവരൊക്കെ ദൈവത്തിന് വേണ്ടി ഇത് കേട്ടാൽ നിൽക്കുമെന്ന്. അതുകൊണ്ട് പറയാം, ആ മനുഷ്യന്റെ പേരെടുത്ത് സഭയിൽ ഇത് വല്ലവരും വായിക്കും. സ്തോത്രം. അർഹിപ്പോസിന്റെ കർത്താവിൽ. അപ്പം നമ്മുടെ പേരൊക്കെ ഇങ്ങനെ ഇത് പറഞ്ഞ് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പാസ്റ്ററോട് എതിര് പോകണ്ട, പാസ്റ്റർ അടുത്തേക്ക് ടെൻഷനായിട്ട് പോകണ്ട. ഇതൊക്കെ ഒരു ദൈവത്തിന്റെ, ഇത് ബൈബിളിൽ ഒരു വ്യവസ്ഥയാണ്. ഇപ്പൊ ചില ആളുകൾ പറയുന്നില്ലേ, പാസ്റ്റർ ഇതെല്ലാം കേട്ടിട്ട് പ്രസംഗിച്ചല്ലോ. പൗലോസ് ഇതൊക്കെ കേട്ടിട്ടല്ലേ ഈ ലേഖനം എഴുതിയത്. എപ്പപ്രാസ് ഇന്ന് അവിടെ ചെന്ന് പറഞ്ഞിട്ടല്ലേ ഇത് ലേഖനം എഴുതിയത്. അപ്പോൾ അങ്ങനെ പ്രസംഗിച്ചാൽ എന്താ കുഴപ്പം? നമ്മളിലൊരു തെറ്റുണ്ടെന്ന് നമ്മുടെ ഭാഷകൾ മനസ്സിലായി. പിറ്റേ ദിവസം ഇത് കുത്തിപ്രസംഗം അവരെന്നേ ഉള്ളൂ. പണ്ട് ആരോണ്ട് പറഞ്ഞതുപോലെ കുത്തുവാക്കുകളുള്ള ഒരു അങ്ങനെ ഒരു പറഞ്ഞതുപോലെ. സ്തോത്രം. അങ്ങനെ ആകരുത്. എന്നാൽ തിരുത്തലിന് വേണ്ടി ആത്മാർത്ഥമായ ഒരു ദൈവദാസൻ നിങ്ങളുടെ തെറ്റുകളെ അറിഞ്ഞിട്ട് പ്രസംഗിച്ചാൽ അതിലൊരു തെറ്റും വിചാരിക്കണ്ട. നിങ്ങൾ നല്ലവരാകണമെന്നും ഒപ്പം നിങ്ങളോട് പറയാൻ ആ ദൈവദാസന് കഴിയും. അത്രമാത്രം നിങ്ങളത് ഉൾക്കൊള്ളുമെന്ന വിശ്വാസമുള്ളത് കൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ അർഹിപ്പോസിനോട് കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ, അദ്ദേഹത്തിന് ഒരു ശുശ്രൂഷയുള്ള മനുഷ്യനാണ്, അത് നിവർത്തിപ്പാൻ നോക്കാൻ പറയണം. ദൈവമക്കളെ, നമുക്കൊക്കെ ശുശ്രൂഷയുണ്ട് കേട്ടോ. നമ്മളൊക്കെ ഒരുപക്ഷെ ഒരു സഭയിൽ ഒരു കോണിലിരിക്കുന്നവരായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരായിരിക്കാം, ഒരു പാട്ട് പാടുന്നതേ ഉള്ളായിരിക്കാം. പക്ഷെ നമ്മുടെ ഒരു ശുശ്രൂഷയുണ്ട്, അത് നമ്മൾ അറിഞ്ഞോണം. സ്തോത്രം. എന്നിട്ട് അത് അലസത പ്രാപിക്കാതെ നമ്മളത് നിവർത്തിച്ചോണം. അവസാന വാക്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ ഭാഗങ്ങളൊക്കെ ഞാൻ ഒരിക്കൽ കൺക്ലൂഡ് ചെയ്യുമ്പോൾ പിന്നെ ഞാൻ ഇന്ന് പറയാം. സ്തോത്രം. പൗലോസായ എൻ്റെ സ്വന്തം കയ്യാൽ വന്നന എൻ്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളുവീൻ, കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് പറയാം, എൻ്റെ ബന്ധനങ്ങളെ ഓർത്തോണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഒത്തിരി കാരണങ്ങളിൽ നിന്നും സ്തോത്രം. ആമേൻ. ഒരു കാരണം പറഞ്ഞാൽ പൗലോസ് പറയുന്നത് ഒന്നാം അധ്യായത്തിൽ പറഞ്ഞത്, ഒന്നാം അധ്യായത്തിൽ അവസാനത്തിൽ പറഞ്ഞതാണ്, ഞാൻ എൻ്റെ ശരീരത്തിൽ പൂരിപ്പിക്കുന്നു. എനിക്ക് നാലാമത്തെ എൻ്റെ ബന്ധന കാരണമായ സുവിശേഷത്തിൻ്റെ മർമ്മം. പൗലോസ് പറയാ, ഞാനിങ്ങനെ ബന്ധനത്തിലായിരിക്കും, നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ കർത്താവിൽ തികയണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ കഷ്ടം അനുഭവിക്കുന്നത് ഓർത്തോണം. യേശു കർത്താവ് ഈ ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പേ ഓർക്കാൻ വേണ്ടി ശിഷ്യന്മാരെ കാണിച്ചു കൊടുത്തത് എന്താ? നുറുക്കപ്പെട്ട റൊട്ടിയും നമുക്ക് വേണ്ടി ഒഴിക്കപ്പെടുന്ന രക്തവും ഓർമ്മയായ വീഞ്ഞും. നിങ്ങൾ കൂടുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. ദൈവമക്കളെ, കർത്താവ് നമ്മളോട് കാണിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ ഓർത്തുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് ഓർക്കാൻ കഴിഞ്ഞത് ഇത്ര മാത്രമാണ്. ദൈവം നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. പൗലോസൂടെ പറയുകയാണ്, എൻ്റെ ബന്ധനത്തെ നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ. പൗലോസ് ഇനിയും ബന്ധനത്തിൽ അകപ്പെടാം, ഇനിയും കഷ്ടത്തിൽ കൂടി കടന്നു പോകാം, ഇനിയും തകർച്ച കൂടി കടന്നു പോകാം, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഓർത്തോണം, ഞാൻ എന്തിനു വേണ്ടി ഇവിടെ കിടക്കുന്നതെന്ന്. അത് ലേഖനത്തിൽ പൗലോസ് പറഞ്ഞല്ലോ. സുവിശേഷ നിമിത്തം, നിങ്ങൾ നിമിത്തം, നമ്മൾ നിമിത്തം
പൗലോസ് അന്ന് കിടന്നത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നമ്മൾ നിമിത്തം. ഈ ദിവസങ്ങളിൽ തുടർന്നുള്ള ഒരു തലമുറയ്ക്കായി നമ്മുടെ ലൈഫ് ചില കഷ്ടമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകാൻ ദൈവം അവസരങ്ങൾ തരുന്നെങ്കിൽ, നാളത്തെ തലമുറ നമ്മുടെ ലൈഫ് കണ്ടിട്ട്, ഞാൻ എന്നും പ്രസംഗിക്കുമ്പോൾ പറഞ്ഞതുപോലെ, നമ്മൾ ഒരുപക്ഷെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടിട്ടായിരിക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ കഥകൾ കേട്ടിട്ട് ആയിരക്കണക്കിന് ആളുകൾ കർത്താവിലേക്ക് വരുന്നത്. ഒരു ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ജീവിതം, മരണശേഷം എത്രയോ മിഷണറിമാരെ ആഫ്രിക്കയിലേക്ക് അയക്കാൻ ദൈവം ഉപയോഗിച്ചു. ഒരു വില്യം കേറിയുടെ ജീവിതം എത്രയോ മനുഷ്യരെ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനായി ഉപയോഗിച്ചു. ഒരു ആമേ സ്തോത്രം, എന്താണ്, ജോർജ് മുള്ളറുടെയും DL മൂഡിയുടെയൊക്കെ ജീവിതം, അവർ മരിച്ചതിന് ശേഷവും എത്രയോ പേരെ ക്രിസ്തുവിനോളം എത്തുവാൻ അവർ ജീവിതം ഉപയോഗിച്ചു. നമുക്കൊരു വേലയുണ്ട്. അത് കംഫർട്ട് സോണിൽ നിൽക്കാനല്ല, അത് ലോകത്തിൻ്റെ മോഹത്തിലേക്ക് ഓടിപ്പോകുന്ന ഈ ലോകത്തിൻ്റെ കംഫർട്ട് പ്രാപിക്കാനല്ല, വരുവാനുള്ള ലോകത്തിൽ കംഫർട്ട് പ്രാപിക്കാനും പുതുതലമുറയ്ക്ക് നമ്മുടെ കഷ്ടത്തെ എടുത്തു കാണിച്ചുകൊണ്ട് അവരെ ക്രിസ്തുവിലേക്ക് നേടുവാനും കഴിയുന്ന ഒരു മാർഗത്തിലേക്ക് വിളിക്കുന്ന ഒരു മനോഹരമായ ലേഖനമാണ് കൊലോസ്യ ലേഖനം. അതെ, ക്രിസ്തു മാത്രം നമുക്ക് മതി. യേശുവിനെ മാതൃകയാക്കി ജീവിക്കുവാൻ ദൈവം എന്നെയും നിങ്ങളെയും, ഇതൊക്കെ പ്രസംഗിച്ചിട്ട് നാളെ ഞാൻ ലോകത്തിലേക്ക് പോകാതിരിക്കാൻ നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് കൃപയിൽ നിൽക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം.